സർക്കാരിന് വേണ്ടി സർക്കാരിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് സ്പീക്കറുടെ കസേരയിലിരുന്നതിന്റെ കുറ്റബോധം കൊണ്ടാണ് അങ്ങ് എന്നോട് ചോദിച്ചത് ആരാണ് പ്രതിപക്ഷ നേതാവ്. I register my strong protest. There is an impropriety in your question. There is an impropriety. സ്പീക്കറുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് അങ്ങ് പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് ചോദിച്ചത് അങ്ങയുടെ പക്വതയില്ലായ്മയോട് തെളിയിക്കുന്നത് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഇവിടെ ഞങ്ങൾ അങ്ങ് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ഒരു സ്പീക്കറും ആ കസേരയിൽ ഇരുന്ന് ചോദിക്കാത്ത ചോദ്യമാണ് ചോദിച്ചത്. സ്പീക്കർ പദവിക്ക് അപമാനകരമായ ചോദ്യമാണ് അങ്ങ് ഉന്നയിച്ചത്. ഇവിടെ അങ്ങ് കൂട്ടുകയാണ്. ഈ സർക്കാരിന്റെ എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിന്ന് പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളാണ് അങ്ങ് ഹനിച്ചത്. സാർ, അതുകൊണ്ട് ഞങ്ങൾ ഈ ചോദ്യോത്തര വേള ഞങ്ങൾ ബഹിഷ്കരിക്കും. ഒന്ന് കേൾക്കണം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. ഏതായാലും ഫ്ലോറിൽ ഡോക്യുമെന്റ് ചെയ്യേണ്ടതാണല്ലോ. ചെയർ പറയാം. യെസ് സർ, സർക്കാരിന് ഇത്തരം കാര്യങ്ങളിൽ ഒന്നും മറച്ചു വെക്കാനില്ല. ഇവിടെ ബോധപൂർവം സർക്കാരിനെ കൂടി ആക്ഷേപിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പ്രശ്നം ഉന്നയിച്ചതെന്നാണ് കാണുന്നത്. ഇത് സ്പീക്കറുടെ ഡിസ്കഷനിൽ പവറിൽപ്പെട്ടതാണ്. സ്പീക്കറിനെതിരെ ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് ആരോഗ്യകരമായ ഒരു പ്രവർത്തനത്തിൽ പെട്ടതല്ല എന്നത് പ്രതിപക്ഷം മനസ്സിലാക്കുമെന്നാണ് കരുതുന്നത്. ഗവൺമെന്റിനെ ആക്ഷേപിക്കാൻ ഇത്തരത്തിൽ സ്പീക്കറെയും കൂടി ഉപയോഗിച്ചുകൊണ്ട് പുറപ്പെടുന്നത് ഒരു നല്ല കീഴ്വഴക്കമല്ല എന്നത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നിയമസഭയിൽ പ്രതിരോധത്തിലായിരുന്ന സർക്കാരിനെതിരെ പ്രയോഗിക്കാമായിരുന്ന ആയുധം പ്രതിപക്ഷം ഇന്ന് നഷ്ടപ്പെടുത്തിയോ? മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശവും PR ഏജൻസി വിഷയത്തിൽ പരസ്പര വിരുദ്ധ വിശദീകരണങ്ങളും സഭയിൽ ഉന്നയിക്കാൻ കിട്ടിയ അവസരത്തിനിടെ ബഹളം വെച്ചതെന്തിനാണ്? ADGPയെ മാറ്റിയത് RSS ബന്ധത്തിന്റെ പേരിലാണോ എന്ന് മുഖ്യമന്ത്രിയെ കൊണ്ട് പറയിക്കാനും പ്രതിപക്ഷത്തിന് കഴിഞ്ഞേനെ. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ പ്രതിപക്ഷം വീണു പോവുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് സ്പീക്കറുടെ ചോദ്യത്തിൽ പ്രതിപക്ഷം തളർന്നു പോയോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. നിയമസഭയിൽ നിന്ന് ഒളിച്ചോടിയതാരാണ്? പ്രൈം ഡിബേറ്റിൽ മുസ്ലിം ലീഗ് MLA ശ്രീ N ഷംസുദ്ദീൻ, CPM MLA ശ്രീ M രാജഗോപാലൻ, BJP ദക്ഷിണ മേഖലാ അധ്യക്ഷൻ ശ്രീ K സോമൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ N ഷംസുദ്ദീൻ, ഇന്ന് ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷത്തിനൊരു സുവർണ അവസരമായിരുന്നു. ഒട്ടേറെ ആയുധങ്ങൾ കയ്യിലുണ്ടായിരുന്നു സർക്കാരിനെതിരെ പ്രയോഗിക്കാൻ. അതിലേറ്റവും ഒടുവിലായിട്ട് ഇന്നലെ രാത്രി മുഖ്യമന്ത്രി ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് മാറ്റിയത്. അതിന് എന്താണ്, ഏത് റിപ്പോർട്ടാണ് അതിന് അവലംബിച്ചത് എന്നുള്ള കാര്യം പ്രതിപക്ഷത്തിന് മുഖ്യമന്ത്രിയിൽ നിന്ന് മനസ്സിലാക്കണമായിരുന്നു. മുഖ്യമന്ത്രി ഇതുവരെ അക്കാര്യം മിണ്ടിയിട്ടില്ല. അത് RSS ബന്ധത്തിന്റെ പേരിലാണോ മാറ്റിയതെങ്കിൽ അതൊരു വലിയ ആയുധമായിരുന്നു. ഈ കാര്യം ഉന്നയിക്കുവാനുള്ള അവസരമുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടിയന്തര പ്രമേയമായിട്ട് വന്നത് മലപ്പുറം പരാമർശമാണ്. അവിടെ ഈ ദേശവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ മലപ്പുറത്തെ സ്വർണ്ണക്കടത്തിലൂടെ നേടുന്ന പണം ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞതും PR ഏജൻസിയെ കൊണ്ട് അങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുപ്പിച്ചതും ഇതൊക്കെ നിങ്ങൾക്ക് ഉന്നയിപ്പിക്കാമായിരുന്നു. നിയമസഭയിൽ മുഖ്യമന്ത്രിയെ കൊണ്ട് മറുപടി പറയിക്കാമായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞതോടുകൂടി പിന്നെ പ്രതിപക്ഷത്തിന് എന്ത് പറ്റി ഇന്ന് നിയമസഭയിൽ? എന്തിനാണ് ബഹളം വെച്ച് ഇന്നത്തേക്ക് നിയമസഭ പിരിവാനുള്ള അവസരമുണ്ടാക്കിയത്? അത് നിങ്ങൾ പറയുന്നത് പോലെയല്ല. അതായത് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നത് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ നിയമസഭാ നടപടികൾ അവസാനിപ്പിക്കാനും സ്തംഭിപ്പിക്കാനും ശ്രമിച്ചു എന്ന് പറയുന്ന നരേറ്റീവ് ശരിയല്ല. ഇവിടെ ഇന്ന് നിയമസഭയിൽ നമുക്കറിയാം, ചോദ്യോത്തര വേളയിൽ ആണ് പ്രശ്നങ്ങളുടെ തുടക്കം. ചോദ്യോത്തര വേളയിലെ പ്രശ്നം എന്തായിരുന്നു? 49 ചോദ്യങ്ങൾ, വളരെ പ്രസക്തമായ ഈ കാലിക വിഷയങ്ങളെല്ലാം വരുന്ന DGPയുമായി ബന്ധപ്പെട്ട, പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും, ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, ഈ അടുത്ത കാലത്ത് നമ്മുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. അത് ഇടതുപക്ഷ സഹയാത്രികർ തന്നെ പുറത്തു കൊണ്ടുവന്ന പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കാലികമായി പ്രസക്തമായ 49 ചോദ്യങ്ങൾ കൊടുത്തിട്ട്
ആ ചോദ്യങ്ങളെ നിയമസഭാ സെക്രട്ടേറിയറ്റ് പ്രസക്തമല്ല എന്ന് പറഞ്ഞ്, പൊതുപ്രാധാന്യമില്ല എന്ന് പറഞ്ഞ് 1C പ്രകാരം നിരാകരിച്ച് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ, അതായത് അത്ര ഫ്ലോറിൽ മറുപടി പറയേണ്ടതല്ലാത്ത വിഭാഗത്തിലേക്ക് അത് മാറ്റി. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യം ചോദ്യം ചെയ്യുകയും ആ സാഹചര്യത്തിൽ ഇന്നത്തെ ചോദ്യോത്തര അതിലുള്ള ഒരു പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായി ഇന്നത്തെ ചോദ്യോത്തര വേളയിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു. ആ നിലപാട് സ്വീകരിച്ചതിനെ ഒന്ന് സ്പീക്കറുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പരാമർശം. കാരണം ഫ്ലോറിൽ പ്രതിഷേധം നടക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ സ്പീക്കർ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എത്ര പ്രതിപക്ഷ നേതാക്കന്മാരാണെന്ന്. അതൊരു നിലവിലുള്ള പ്രതിപക്ഷ നേതാവിനെ ഇകഴ്ത്തുന്ന വളരെ മോശപ്പെട്ട ഒരു പരാമർശമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ബഹിഷ്കരിച്ച് പുറത്തു പോയ സമയത്ത് മുഖ്യമന്ത്രിക്ക് അവിടെ മറുപടി പറയേണ്ട ഒരു അവസരവുമില്ല. പക്ഷെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെ നിലവാരമില്ലാത്ത ആളാണ് എന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തുന്നു. ഈ ഒരു കോണ്ടസ്റ്റ് നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. അത് അങ്ങനെയാണ് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴൊരു സാഹചര്യം. സ്വാഭാവികമായും തനിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ അവിടെ റെക്കോർഡിൽ കിടക്കുകയാണ്. നിയമസഭയുടെ ഒരു പ്രധാന പ്രശ്നം അതാണ്. അവിടെ പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡിൽ ഉണ്ടാകുമ്പോൾ അത് എന്നത്തേക്കുമുള്ള ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ അത് തിരുത്തേണ്ടത് ആവശ്യമാണ്, അല്ലെങ്കിൽ അതിൻ്റെ മറുവശം പറയേണ്ടത് ആവശ്യമാണ്. അപ്പം ഞങ്ങൾ വന്നു, അടിയന്തര പ്രമേയം വിളിച്ചു, അത് ചർച്ച ചെയ്യാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ചർച്ച ചെയ്യാൻ, ഞങ്ങൾക്ക് എന്താ കുഴപ്പം, ഞങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി കൊടുത്ത സാധനമല്ലേ. അപ്പോഴാണ് ഇതിന്റെ ഒരു വിശദീകരണം വരുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി അതിനെതിരെ നടത്തിയ ചില പരാമർശങ്ങൾ, പക്ഷെ അവിടെ അതിനല്ലായിരുന്നു പ്രയോറിറ്റി. ശ്രീ എൻ ശംസുദ്ദീൻ, ഈ അൺസ്റ്റാർഡ് ചോദ്യങ്ങൾ അല്ലല്ല, ഈ അൺസ്റ്റാർഡ് ചോദ്യങ്ങളായിട്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാറ്റിയതോടുകൂടി ഈ വിഷയങ്ങളൊന്നും നിയമസഭയിൽ ഉന്നയിക്കുവാനുള്ള അവസരം പ്രതിപക്ഷത്തിനില്ല. അതിൽ ഈ ADGP വിഷയം ഉൾപ്പെടുന്നുണ്ട്, മലപ്പുറം പരാമർശം ഉൾപ്പെടുന്നുണ്ട്, മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കുന്ന പല വിഷയങ്ങളും ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം ഒരു പ്രതിവിധിയായിട്ട് നിങ്ങൾക്ക് വീട് കിട്ടിയ ഒരു അവസരമല്ലേ ഈ അടിയന്തര പ്രമേയത്തിൽ ചർച്ച അനുവദിക്കാം, 12 മണിക്ക് ചർച്ചയാകാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്? അപ്പോൾ മറ്റെന്തിനേക്കാളും പ്രയോറിറ്റി അതിന് നൽകാതിരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഹോംവർക്ക് നടത്താത്തത് കൊണ്ടാണോ എന്നുള്ള വിമർശനം കൂടി ഉയർന്നിട്ടുണ്ട്. അല്ല ഞാൻ പറയട്ടെ. അതായത് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞ പരാമർശങ്ങളൊക്കെ രേഖയിൽ കിടക്കുന്നു. അതിൽ നിന്ന് ഒരു വരി പോലും മാറ്റുമെന്ന് സ്പീക്കർ പറഞ്ഞിട്ടില്ല. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം ഒന്നും റെക്കോർഡിൽ ഉണ്ടാവില്ല എന്നും പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുക? ഒരേ ഡിബേറ്റിൽ പ്രതിപക്ഷ നേതാവിനെതിരെ മുഖ്യമന്ത്രി പറഞ്ഞതൊക്കെ റെക്കോർഡിലുണ്ടാവും, മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒന്നും റെക്കോർഡിൽ ഉണ്ടാവില്ല. അതാണ് തർക്ക പോയിന്റ്. അതിനെ തുടർന്നാണ് പ്രതിഷേധവും ബഹളവും ഉണ്ടായതും നിയമസഭ സ്തംഭിക്കാൻ സ്പീക്കർ ഇന്ന് ബഹളത്തെ തുടർന്ന് നിയമസഭ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്തതിനെ തുടർന്ന് ഇന്നത്തെ സഭ അവസാനിപ്പിച്ചത്. അപ്പോൾ അത് ഈ പറഞ്ഞ മാതിരി ഞങ്ങൾ തന്നെ കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് ഞങ്ങൾ ഒടിച്ചോടിയതല്ല, അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇനിയുള്ള ദിവസങ്ങളിലും ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ അവസരമുണ്ട്. ഇത് ഇന്നത്തെ ഒരു അടിയന്തര പ്രമേയം എന്ന് പറഞ്ഞാൽ അവസാനത്തെ അടിയന്തര പ്രമേയമൊന്നുമല്ല. അത് ഇനിയും പല രൂപത്തിൽ, അതായത് നിയമസഭയിൽ ഒരു വിഷയം ഉന്നയിക്കുന്നതിന് ചില മെത്തേഡുകളുണ്ട്. ആ മെത്തേഡുകൾ ഓരോന്ന് വരുമ്പോൾ അത് ചോദ്യത്തിന്റെ രൂപത്തിലാകാം, സബ്മിഷന്റെ രൂപത്തിലാകാം, കോളിംഗ് അറ്റൻഷൻ ആകാം, റൂൾ 50 ഇന്നത്തത് പോലുള്ള അടിയന്തര പ്രമേയമാകാം. ഏതായിരുന്നാലും ഞങ്ങൾ ജനകീയ പ്രശ്നങ്ങൾ എല്ലാം നിയമസഭയിൽ ഉന്നയിക്കുന്നതിൽ ശുഷ്കാന്തി കാണിക്കാറുണ്ട്. അല്ല, പക്ഷേ ഈ രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിക്കുന്നതിൽ നിങ്ങൾക്ക് തടസ്സമുണ്ട്. ഇപ്പോഴും ആ നിലപാടിൽ നിന്ന് സ്പീക്കർ മാറിയിട്ടില്ലല്ലോ. രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിക്കുന്നതിൽ നിങ്ങൾക്ക് തടസ്സമുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു മറുപടി സർക്കാരിൽ നിന്ന് വേണം, അത് കൃത്യത വേണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഈ CPM-ഉം RSS-ഉം തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണല്ലോ. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് അങ്ങനെ ചില ഇടപാടുകൾ ഉണ്ട്. ഇതാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിനുള്ള മറുപടി കിട്ടണം നിയമസഭയിൽ എന്നുള്ളതാണല്ലോ. പക്ഷെ അതിനുള്ള സാധ്യത പരിമിതമായിക്കൊണ്ടിരിക്കുകയല്ലേ. ഇനി ഈ മലപ്പുറം പരാമർശ വിഷയത്തിൽ ഇതിനേക്കാൾ ശക്തമായ ഒരു രീതിയിൽ ഉന്നയിക്കുവാൻ പറ്റുന്ന ഒരവസരം ഈ ഹ്രസ്വകാലത്ത് നിയമസഭ 3 ദിവസം മുമ്പാണല്ലേ അവസാനിപ്പിക്കാനും പോവുകയാണല്ലോ, 15-ാം തീയതി വരെയാണല്ലോ ഉള്ളത്. അപ്പോൾ അതിനുള്ള അവസരം കിട്ടുമോ പ്രതിപക്ഷത്തിന്? ഇനി ഉന്നയിക്കാൻ തുടങ്ങിയാൽ തന്നെ ഒരു തവണ ഉന്നയിക്കപ്പെട്ട കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ സാങ്കേതികമായിട്ട് അവസരം നിഷേധിക്കാമല്ലോ. അല്ല, അതിപ്പം ഞങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയൊക്കെ ഏതൊക്കെ വിഷയങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളത് മുൻകൂട്ടി അത് കൃത്യമായ അതിൻ്റെ ഷെഡ്യൂൾ പറയാൻ കഴിയില്ല.
അത് ചില ഫ്ലോർ മാനേജ്മെന്റ് സ്ട്രാറ്റജിയാണ്. അത് ഞാനൊരു കാര്യം പറയാം, ഇതുൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ ഇനിയും നിയമസഭയിൽ അവസരമുണ്ട്. ഞങ്ങളത് ഘട്ടം ഘട്ടമായിട്ട് തന്നെ നിയമസഭയിൽ കൊണ്ടുവരികയും ചർച്ച ചെയ്യുകയും ചെയ്യും. ശ്രീ എം രാജഗോപാലൻ, ഇന്ന് മന്ത്രിമാർ തന്നെ വെളിയിൽ വന്നൊരു പ്രതിരോധം തീർക്കുകയായിരുന്നു സർക്കാരിന് വേണ്ടി. മന്ത്രിമാർ പറഞ്ഞത് അത് എം പി രാജേഷ് ഉണ്ടായിരുന്നു, പിന്നെ കെ രാജൻ ഉണ്ടായിരുന്നു, ഇവർ പറയുന്ന പിന്നെ പി രാജീവ് ഉണ്ടായിരുന്നു. ഇവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഒളിച്ചോടി എന്നാണ്. അങ്ങനെ ഉണ്ടാവുകയില്ലല്ലോ. പ്രതിപക്ഷം നിയമസഭയിൽ കാര്യങ്ങൾ ഉന്നയിക്കുകയും അതിനുള്ള മറുപടി സർക്കാരിൽ നിന്ന് മേടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ സാധാരണയായി ഭരണപക്ഷമാണ് ഒളിച്ചോടുന്നത്. പക്ഷേ ഇന്ന് നിങ്ങൾ വ്യത്യസ്തമായ ഒരു നിലപാട് അവിടെ അവതരിപ്പിക്കുകയാണ്, പ്രതിപക്ഷമാണ് ഒളിച്ചോടിയതെന്ന്. അതിനുള്ള മറുപടിയാണ് ശ്രീ എൻ ഷംസുദ്ദീൻ ഇവിടെ നൽകിയത്. ഒളിച്ചോടലല്ലാതെ അതൊരു ബേസിക് ആയിട്ടുള്ളൊരു പ്രശ്നമുണ്ടായിരുന്നു. നിയമസഭയിൽ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്ന ഒരവസരമല്ല ഇത്തവണത്തെ നിയമസഭാ സമ്മേളനം. കാരണം മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ട് നിയമസഭയിൽ മറുപടി നൽകേണ്ട ഈ സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ എണ്ണം കുറയ്ക്കുകയും അതിനെ അൺസ്റ്റാർഡ് വിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു അവകാശ ലംഘനമാണ് അവിടെ നടന്നത്. പ്രതിപക്ഷത്തിൻ്റെ അവകാശം ലംഘിക്കുകയായിരുന്നു. അതിനെതിരെ ഒച്ചവെക്കേണ്ടത് അവരുടെ അവകാശമാണ്, അത് നേടിയെടുക്കേണ്ടത് അവകാശമാണ്, ജനങ്ങളെ അറിയിക്കേണ്ടത് അവകാശമാണ്. അതിനൊന്നും പ്രതിപക്ഷം പ്രയോറിറ്റി കൊടുത്തു എന്നേ ഉള്ളൂ, അതല്ലാതെ ഒളിച്ചോടലല്ല എന്ന്. സത്യത്തിൽ നിയമസഭയിൽ ഇന്നെന്താ സംഭവിച്ചത്? ചോദ്യോത്തരവേള ആരംഭിക്കുന്ന ഘട്ടത്തിൽ സ്പീക്കർ ചെയറിലേക്ക് വന്നു. സ്പീക്കർ ചോദ്യകർത്താവിനെ ക്ഷണിച്ചു. ഉടനെ തന്നെ സാധാരണഗതിയിൽ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്ന ഒരു സമീപനം പൊതുവെ സ്വീകരിക്കാറില്ല പ്രതിപക്ഷമായാലും. പക്ഷേ തടസ്സപ്പെടുത്തിയെന്ന് മാത്രമല്ല, ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അതിലേക്ക് നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഞങ്ങളുടെ 49ഓളം സ്റ്റാർ ക്വസ്റ്റ്യൻസ് അംഗീകരിച്ചിട്ടില്ല, അത് ന്യായമായിട്ടുള്ള കാര്യമല്ല, അത് വളരെ നീതികേടാണ് ഞങ്ങളോട് കാണിച്ചെന്നുള്ള രീതിയിലുള്ള പ്രതികരണം ഉയർത്തിയത്. വളരെ കൃത്യമായി ബഹുമാനപ്പെട്ട സ്പീക്കർ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു. കാരണം വളരെ കൃത്യമായി ചോദ്യങ്ങളെല്ലാം പരിശോധിക്കുകയും ആ ചോദ്യങ്ങൾ പരിശോധിച്ചപ്പോൾ അഭ്യൂഹങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ളതും അതുപോലെ തന്നെ അത്തരം ഒരു തദ്ദേശീയ പ്രാധാന്യമുള്ളതുമായിട്ടുള്ള ചോദ്യങ്ങളാണ്. അങ്ങനെ വന്നാൽ സ്വാഭാവികമായും ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ സൂചിപ്പിച്ചതുപോലെ ഡിസ്ക്രിഷണറി പവറുണ്ട് സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം, വിവേചനാധികാരം. ആ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് ചോദ്യങ്ങൾ സ്റ്റാർഡ് ക്വസ്റ്റ്യൻ ആക്കിയിട്ടില്ലെങ്കിലും ചട്ടം 36(2) പ്രകാരം സമഗ്രമായത് പരിശോധിക്കുന്നതും ഉത്തരം നൽകുന്നതിനുള്ള വ്യവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറ്റി അൺസ്റ്റാർഡ് ക്വസ്റ്റ്യനിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അതിന് സ്വാഭാവികമായും മന്ത്രിമാരിൽ നിന്നും മറുപടി കിട്ടുകയും ചെയ്യും. അതിന് വളരെ കൃത്യമായിട്ട് പിൻബലമുണ്ട്. നമുക്ക് ഏവർക്കറിയാവുന്ന പോലെ ശാക്തറൻ കൗർ പേജ് 504 പോയിൻ്റ് ഔട്ട് ചെയ്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സ്പീക്കർ സഭയിൽ അത് വിശദീകരിച്ചത്. അപ്പം അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോകാനാണ് ആലോചിച്ചത്. ആ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ചോദ്യോത്തരവേള ആ രീതിയിലേക്ക് വല്ലാത്ത രീതിയിലേക്ക് അലോസപ്പെടുന്ന രീതിയിലേക്ക് വന്നു. പിന്നീട് അടിയന്തര പ്രമേയത്തിൻ്റെ ഘട്ടം വന്നു. അടിയന്തര പ്രമേയത്തിൻ്റെ ഘട്ടം വന്നപ്പം അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ചില വിഷയങ്ങൾ സഭയിലുണ്ടായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത്. അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള MLA മാർ നോട്ടീസ് നൽകി. അടിയന്തര പ്രമേയം അടിയന്തര പ്രാധാന്യത്തോടെ ചർച്ചക്കെടുക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഫ്ലോറിൽ പറഞ്ഞു. അപ്പോഴാണ് പ്രതിപക്ഷം ശരിക്ക് പിടിവിട്ടുപോയത്. ശരിക്കും ഒരു അങ്കത്തട്ടിൽ ആയുധം നഷ്ടപ്പെട്ട ഒരു പടയാളിയെ പോലെയായിരുന്നു സത്യത്തിൽ അപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. എന്ത് ചെയ്യണമെന്നറിയാതെ സഹപ്രവർത്തകരോട് അന്വേഷിക്കുകയും പക്ഷേ ഒരു തയ്യാറെടുപ്പില്ലായിരുന്നു. കാരണം മറിച്ച് ഇവർ ഈ അടിയന്തര പ്രമേയം ഇന്ന് ചർച്ചക്കെടുക്കില്ല എന്നും ആ ചർച്ചക്കെടുക്കില്ല എന്നും മുൻകൂട്ടി ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ചർച്ചക്കെടുക്കാതിരുന്നാൽ എന്തെല്ലാം പ്ലക്കാർഡും ഏതെല്ലാം ബാനറും സഭയിൽ ഉയർത്തണമെന്നുള്ളതിനെ കുറിച്ചുള്ള കാലയെക്കൂട്ടി ആലോചിച്ചുകൊണ്ടുള്ള ബാനറും പ്ലക്കാർഡുമായിട്ടാണ് ഇവർ സഭയിലേക്ക് കടന്നു വന്നത്. പക്ഷേ ആ വിഷയം തന്നെ നോക്കുക. ഇപ്പോൾ മലപ്പുറം പരാമർശമാണല്ലോ, മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശമാണല്ലോ ഇന്ന് സഭയിൽ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. ഇത് കൊണ്ടുവന്നത് തന്നെ പ്രതിപക്ഷമാണ്. മുസ്ലിം ലീഗാണ് ഈ വിഷയം ആദ്യമായി ഉയർത്തിക്കൊണ്ടുവന്നത്. മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഹിന്ദു പത്രത്തിൽ വന്നതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും അതിലൊരു ഒബ്ജക്ഷനും പറഞ്ഞില്ലായിരുന്നു. മുസ്ലിം ലീഗ് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു. അത് UDF ഒന്നാകെ ഏറ്റെടുത്തു. അങ്ങനെ ഈ വിഷയം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വന്നു. പിന്നെയാണല്ലോ ഇത് തിരുത്തൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഹിന്ദു പത്രത്തിന് കത്തയച്ചതും ഹിന്ദു പത്രം അതിൽ തിരുത്തൽ വരുത്തിയതും അങ്ങനെ PR ഏജൻസിയാണ് ഇതിനിടനില നിന്നത് എന്ന കാര്യം വന്നതും ഒക്കെ. അങ്ങനെ PR ഏജൻസിയുമായി എന്തിനിടപെട്ടു എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് UDF ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിഷയമാണ്. അപ്പോൾ പിന്നെ അവരെന്തിനാണ് പരിഭ്രമിക്കുന്നത് ശ്രീ M രാജഗോപാലൻ നിയമസഭയിൽ? കാരണം അവരുടെ കയ്യിൽ വസ്തുതകളുണ്ട്.
അവർ മുഖ്യമന്ത്രിയിൽ നിന്ന് മറുപടി ആഗ്രഹിക്കുന്ന ഒരു ഘട്ടമാണ് ഇത്. അവർ മാത്രമല്ല, പൊതുസമൂഹവും അങ്ങനെ ഒരു മറുപടി മുഖ്യമന്ത്രിയിൽ നിന്ന് നിയമസഭയിൽ ആഗ്രഹിക്കുന്നുണ്ട് കിട്ടുന്നതിന് വേണ്ടി. അപ്പോൾ പിന്നെ അവിടെ പ്രതിപക്ഷം പരിഭ്രാന്തരാകേണ്ട ഒരു കാര്യമില്ലല്ലോ. മാത്രമല്ല, ഉപചോദ്യങ്ങൾ ഉന്നയിക്കുവാനും ഒക്കെ അവരുടെ പ്രസംഗത്തിന് അവസരം കിട്ടുമ്പോൾ ചോദ്യരൂപേണ ഉന്നയിക്കുവാനുള്ള അവസരവുമുണ്ട്. അതിന് പ്രതിപക്ഷ അംഗങ്ങൾക്ക് എന്ത് തയ്യാറെടുപ്പിന്റെ കുറവാണുള്ളത്? കാരണം അവിടെ വേണമെങ്കിൽ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ADGP വിഷയം അവർക്ക് എടുത്തിടാം. അതിനൊന്നൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. അപ്പോൾ എന്ത് തയ്യാറെടുപ്പ് കുറവ് പ്രതിപക്ഷത്തിനുണ്ടെന്നാണ് ഭരണപക്ഷം പറയുന്നത്? പ്രതിപക്ഷത്തിനുണ്ടായ തീർച്ചയായും ഉൾഭയാണ്. കാരണം ഒരിക്കലും ഇത് ചർച്ചക്കെടുക്കില്ല എന്നുള്ള പ്രതീക്ഷയാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. ഇത് ചർച്ചക്കെടുത്താലുള്ള പല ആളുകളും പ്രതികൂട്ടിലാവും. കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എടുത്തിട്ടുള്ള, പ്രത്യേകിച്ച് UDFന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ കഴിഞ്ഞ കാലങ്ങളിൽ എടുത്തിട്ടുള്ള സമീപനമുണ്ട്. BJPയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിലായാലും കേരള രാഷ്ട്രീയത്തിൽ നമുക്ക് അറിയാവുന്ന പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പുറത്തു വരുന്ന നല്ല ബോധ്യം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചുകൊണ്ട്. മറിച്ച് ഇതൊരു പുകമറ സൃഷ്ടിച്ച് ഇങ്ങനെ ഒരു പ്രമേയത്തിൻ്റെ പേര് പറഞ്ഞ് ബഹളമുണ്ടാക്കി മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്യാമെന്നായിരുന്നു പ്രതിപക്ഷം വ്യാമോഹിച്ചിരുന്നത്. ചർച്ചക്കെടുക്കാമെന്നുള്ള നിലപാട് സ്വീകരിച്ചതോട് തന്നെ പ്രതിപക്ഷം അക്ഷരാർത്ഥത്തിൽ ഒളിച്ചോടുകയായിരുന്നു. ഒന്ന്. മറ്റൊന്ന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ പെർഫോമൻസാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ പെർഫോമൻസിനെ കുറിച്ചും സഭയിലെ ഇടപെടലുകളെക്കുറിച്ചും ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല തന്നെ പ്രതികരിച്ചുവല്ലോ. സഭയുടെ നിലവാര തകർച്ചയെക്കുറിച്ച് ആരുദ്ദേശിച്ചിട്ടാണോ, കേരളത്തിലെ ഭരണകക്ഷിയെ ഉദ്ദേശിച്ചിട്ടാണോ അദ്ദേഹം പരാമർശിച്ചത്? പ്രതിപക്ഷ നേതാവിൻ്റെ പെർഫോമൻസും കൂടി അങ്ങനെ ആകാമെന്നുള്ളത് അല്ലേ? അങ്ങനെ നമുക്ക് ആലോചിക്കാമല്ലോ. പ്രതിപക്ഷ നേതാവിൻ്റെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ നേരത്തെ പറഞ്ഞില്ല, ശക്തരൻ കൗൾ ഉന്നയിച്ച് അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാട്ടിയിട്ട് ഒരു വിശദീകരണം ചേർന്ന് നൽകിയപ്പോൾ അതിനേക്കാൾ മേലെ നിന്നുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഇടപെടലുകൾ. സത്യത്തിലൊരു പ്രജ്ഞാമാനിയെ പോലെയാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രജ്ഞാമാനി എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നവൻ നാട്യം ഉള്ള ആളുകളാണ്. മഹാഭാരതവുമായി ബന്ധപ്പെട്ട് ഈ ഭീഷ്മർ ഒരു യോദ്ധാവായിരുന്നില്ല, പക്ഷെ എല്ലാവരും ചാർത്തിക്കിട്ടിയ പരിവേഷമായിരുന്നു. അപ്പോൾ അതുപോലെ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ പോയ നിയമസഭാ സമ്മേളനങ്ങളെല്ലാം തന്നെ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകളുണ്ട്. മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുക, ഭരണകക്ഷിയുള്ള മന്ത്രിമാരെ വ്യക്തിപരമായി ആക്ഷേപിക്കുക, ഇദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത മന്ത്രിമാർ മറുപടി പറയുന്ന ഘട്ടത്തിൽ വളരെ മോശമായിട്ട് നിലപാടുകൾ സ്വീകരിക്കുക. ഇതൊക്കെ ഈ പോയ കാലങ്ങളിൽ വിവിധ സമ്മേളനങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹത്തെ പോലെയുള്ള ഒരു പ്രതിപക്ഷ നേതാവ് ആ പോസ്റ്റിനോടൊരു മാന്യത കാണണ്ടേ? അതൊരു ഔചിത്യബോധത്തോട് സംസാരിക്കുക. നിലവാരം അളന്നത് ആദ്യം മുഖ്യമന്ത്രിയാണ്. പ്രതിപക്ഷ നേതാവ് സഭയിൽ ഇല്ലാത്ത സമയത്തല്ലേ മുഖ്യമന്ത്രി അങ്ങനെ ഒരു പരാമർശം നടത്തിയത്? ഒരു വാക്കൗട്ട് നടത്തിയതിന് ശേഷമല്ലേ പ്രതിപക്ഷ നേതാവിന്റെ നിലവാരത്തെ പറ്റി മുഖ്യമന്ത്രി പറഞ്ഞു? അല്ല, അതെങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് അത്തരമൊരു പരാമർശം നടത്തി സഭ ഫ്ലോർ വിടുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട സ്പീക്കർ പറഞ്ഞു പറയാനുള്ളത് കൂടി കേൾക്കണം. പക്ഷേ ആ പറയാനുള്ളത് കൂടി കേട്ടില്ല എന്നതിൽ ഏറ്റവും വേഗത്തിൽ പ്രതിപക്ഷം സഭ വിടുകയാണ് ചെയ്തത്. ആ ഘട്ടത്തിലാണ് സ്പീക്കറുടെ പരാമർശവും പാർലമെൻ്ററി കാര്യമന്ത്രി എന്നുള്ള നിലക്ക് ശ്രീ MP രാജേഷിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും വന്നത്. കാരണം അപക്വമായിട്ടുള്ള സമീപനമാണ് ചെയറിൽ നിന്നുണ്ടാകുന്നത് എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ പരാമർശം. ഒരിക്കലും ഒരു ചെയറിനെതിരായിട്ട് അങ്ങനെ ഒരു സഭാംഗത്തിന് ഫ്ലോറിൽ അങ്ങനെ പരാമർശിക്കാൻ വേണ്ടി പാടുണ്ടോ? അദ്ദേഹം സ്പീക്കറല്ലേ, പ്രതിപക്ഷത്തിന്റെ ഭരണകക്ഷിയുടെ സഭാനാഥനല്ലേ. പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നുള്ള ചോദ്യം സ്പീക്കർ ഉന്നയിച്ചുവല്ലോ. ഉന്നയിക്കേണ്ടി വന്നു. കാരണം ഏത് ഘട്ടത്തിലാണ് സ്പീക്കർ ആ പ്രതിപക്ഷ നേതാവ് ആരെന്ന് ഉന്നയിച്ചത്? പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷത്തിലെ ആളുകൾ ബഹളം വെച്ചു. ബഹളം എന്ന് പറഞ്ഞാൽ സാധാരണ ബഹളമായിരുന്നില്ല. പോയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്പീക്കറിൻ്റെ ചേംബറിലേക്ക് കയറി 2-3 MLA-മാർ ഡൈസിലേക്ക് കയറിയല്ലോ. വളരെ സാഹസപ്പെട്ടിട്ടാണ് അതിനെ പ്രതിരോധിച്ചത് വാച്ചമ്പാട്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ പിന്നീടുണ്ടായിട്ടുള്ളത് ഈ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അവസരമാണെന്ന് പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് പറഞ്ഞു. ബഹുമാനപ്പെട്ട സ്പീക്കർ പറഞ്ഞു, പ്രതിപക്ഷ നേതാവോട് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിലെ ആളുകളെല്ലാം സീറ്റിലേക്ക് തിരിച്ചു വിളിക്കുക, അങ്ങനെയാണെങ്കിൽ മൈക്ക് തരാം, അല്ലാതെ മൈക്ക് തരാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ പ്രതിപക്ഷ നേതാവ് സ്പീക്കറോട് പറഞ്ഞു, ഭീഷണിയാണോ? സ്പീക്കർ പറഞ്ഞു, ഭീഷണിയല്ല, മറിച്ച് ചോദ്യോത്തര വേള പോലും ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ നിഷ്ക്രിയമാക്കുന്ന ഒരു തരത്തിലേക്ക് നിങ്ങളുടെ സമീപനം വന്നാൽ എനിക്ക് ആ സമീപനം സ്വീകരിക്കാൻ വേണ്ടി കഴിയൂ. എന്നിട്ട് അപ്പോൾ ആ ഘട്ടത്തിലോ പ്രതിപക്ഷ നേതാവ് ഒരു ഭാഗത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ സ്പീക്കറുടെ ചെയറിൻ്റെ അടുത്ത് ഏറ്റവും താഴെ അതിൻ്റെ നിന്ന് ഒരു മെമ്പർ കുഴൽനാടൻ വളരെ മോശമായി ക്ഷോഭത്തോടെ സ്പീക്കറോട് തട്ടിക്കയറുകയാണ്. ആ ഘട്ടത്തിലാണ് സ്പീക്കർ ചോദിച്ചത്, ആരാണ് പ്രതിപക്ഷ നേതാവ്? മാത്യു കുഴൽനാടനാണോ അല്ല അങ്ങാണോ? വളരെ ബഹുമാനത്തോടെ ആ സഭയുടെ ആ അന്തരീക്ഷത്തിലാണ് ബഹുമാനപ്പെട്ട സ്പീക്കർ ചോദിച്ചത്. ആ ഘട്ടത്തിലാണ്. പിന്നീട് എന്താ ആരോപണമായത്? പ്രതിപക്ഷ നേതാവിനോട് പ്രതിപക്ഷ നേതാവ് ആരാന്ന് ചോദിച്ചു. പിന്നെ 2 പ്രതിപക്ഷ നേതാവ്, മറ്റൊരു പ്രതിപക്ഷ നേതാവിൻ്റെ റോൾ മറ്റൊരാൾ ഏറ്റെടുത്തിട്ട് സഭയിൽ അത്തരം സഭയ്ക്ക് നിരക്കാത്ത രീതിയിൽ, ഫ്ലോറിന് നിരക്കാത്ത രീതിയിലേക്കുള്ള സമീപനം ഒരാളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ ചോദ്യം ചെയ്യാനുള്ള അധികാരം ചേർന്നില്ലേ?
ആ അധികാരം പ്രയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് ഒരു ഭീഷണിയുമില്ല, ഒരു അനൗചിത്യവുമില്ല. വളരെ കൃത്യമായി സഭയുടെ സുഗമമായ നടത്തിപ്പിന് അനുകൂലവുമായിട്ടുള്ള സമീപനമാണ് ബഹുമാനപ്പെട്ട ചെയറിൽ നിന്ന് ശ്രീ ഉണ്ടായിട്ടുള്ളത്. സോമൻ, ചുരുക്കത്തിൽ ഈ ഭരണ പ്രതിപക്ഷ തർക്കം കാരണം ഒന്നും സംഭവിച്ചില്ല ഇന്ന് നിയമസഭയിൽ. ഒട്ടേറെ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. സർക്കാരിനെ മുൾമുനയിൽ നിർത്തുന്ന ചോദ്യങ്ങൾ ഉന്നയിക്കാമായിരുന്നു, ചർച്ചകൾ നടത്താമായിരുന്നു. അപ്പോൾ ആരാണ് അവിടെ ഒളിച്ചോടിയത്? എന്നോടാണോ? ശ്രീ മഞ്ജുഷ, ഇത് കേരളത്തിന്റെ നിയമസഭയെ ഇന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്ന് പരിഹാസ്യമാക്കി എന്നതാണ് ഇതിന്റെ ബാക്കി പത്രം. ഇതില് ഇവര് ഒരു മുന്നണിയിലെ ഘടകകക്ഷികളാണ്. ഇന്ത്യ മുന്നണിയിലെ 2 ഘടകകക്ഷികൾ ഇന്ന് പരിഹാസ്യമായിട്ടുള്ള പരാമർശങ്ങൾ കേരള നിയമസഭയിൽ നടത്തി കേരളത്തിന്റെ സംസ്കാരത്തെയും ജനാധിപത്യ രീതികളെയും വെല്ലുവിളിക്കുന്ന ഒരു സമീപനം ഇവർ സ്വീകരിച്ചുകൊണ്ട് മലയാളിയെ മണ്ടന്മാരാക്കുകയായിരുന്നു ഇവർ ചെയ്തത് എന്നാണ് എന്റെ അഭിപ്രായം. ഇതില് പ്രതിപക്ഷം ഒളിച്ചോടി പോകുന്നത്, ഭയന്നോടിപ്പോകുന്നതാണ് കേരളം ഇന്ന് നിയമസഭയിൽ കണ്ടത്. ഏറ്റവും മുതിർന്ന UDF ഒരു നേതാവ് ബഹുമാനായ ശ്രീ സണ്ണി ജോസഫിനെ കൊണ്ട് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയാണ്. ആ അടിയന്തര പ്രമേയത്തിന് ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന സ്ഥിതി വരുന്ന സമയത്ത് കേരളത്തിൽ ഇന്ന് ഉയർന്നു വരുന്ന ഭരണകക്ഷിക്കെതിരായി വരുന്ന വിമർശനങ്ങളെ, വെളിപ്പെടുത്തലുകളെ, ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങളെ അക്കമിട്ട് അടിവരയിട്ട് നിയമസഭയിൽ അവതരിപ്പിക്കാൻ കിട്ടിയ അവസരം പ്രയോജനപ്പെടുത്താതെ പ്രതിപക്ഷം ഒളിച്ചോടുകയായിരുന്നു എന്നുള്ളതാണ് നിയമസഭാ നടപടികൾ പരിശോധിക്കുന്ന ഏതൊരു മലയാളിക്കും മനസ്സിലാവുന്നത്. എന്താണ് ഇതിന് കാരണം? എന്താണ് കേരളത്തിൽ ഇങ്ങനൊരു ചരിത്രമുണ്ടോ? പ്രതിപക്ഷം അവതരിപ്പിക്കുന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി ലഭിക്കുന്നു, ചർച്ച ചെയ്യാതെ പ്രതിപക്ഷം ഇറങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷം മുൻപ് നമ്മുടെ കേരള നിയമസഭയിൽ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു കാര്യമാണ്. ഇത് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളുടെ പരിഹാസ്യമായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് BJP ഇതിനെ കാണുന്നത്. പക്ഷെ അവിടെ പ്രതിപക്ഷം ഉന്നയിച്ചതും മുഖ്യമന്ത്രി മറുപടി നൽകേണ്ടതുമായ വിഷയം സംഘപരിവാർ നറേറ്റീവാണ് മുഖ്യമന്ത്രി ദേശീയ മാധ്യമത്തിന് നൽകിയത് എന്നുള്ള കാര്യമാണല്ലോ. ഹിന്ദുവിൽ അദ്ദേഹം കൊടുത്ത അഭിമുഖം അത് സംഘപരിവാർ നറേറ്റീവാണ്. ഇതിനുള്ള മറുപടി വേണം എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം പ്രതിപക്ഷത്തിൻ്റേത്. അപ്പോൾ താങ്കൾ പറയുകയാണ് ഇവർ തമ്മിലുള്ള ഒത്തുകളിയാണ് നടക്കുന്നത്, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതുകൊണ്ടാണ് അതെന്ന്. പക്ഷെ മുഖ്യമന്ത്രിയും സർക്കാരും പ്രതിരോധത്തിലായിരിക്കുന്ന ആ വിഷയത്തിലല്ലല്ലോ. മഞ്ജുഷ, ഞാൻ അതിലേക്ക് വരികയാണ്. സംഘപരിവാറുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യണമെങ്കിൽ അടിയന്തര പ്രമേയത്തിന്റെ വിഷയാവതരണ വേളയിലും ചർച്ചാ വേളയിലും പ്രതിപക്ഷത്തിന് ഉന്നയിക്കാൻ കിട്ടുന്ന അത്രയും അവസരം ഇനി വേറെ എന്ന് കിട്ടുമെന്നാണ് പറയുന്നത്. ഇപ്പോ നിയമസഭയുടെ സമ്മേളനം റീഷെഡ്യൂൾ ചെയ്തു എന്ന് അറിയാത്ത ആളുകളല്ല പ്രതിപക്ഷത്തിരിക്കുന്നത്, പ്രതിപക്ഷ നേതാവ്. ഇത് മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടി ഉണ്ട് എന്നാണ് എന്റെ അഭിപ്രായം. നോക്കൂ നിങ്ങൾ, ഈ വിഷയം ചർച്ചയ്ക്ക് വന്നാൽ പ്രതിക്കൂട്ടിലാവുന്നത് ആരാണ്? ഐക്യ ജനാധിപത്യ മുന്നണിയിലെ 2ാമത്തെ പ്രബല കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ MLA ഈ ചർച്ചയിലുണ്ടല്ലോ. ലീഗ് പ്രതിക്കൂട്ടിലാകുകയും ലീഗ് വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യും. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയം കേരളത്തിന്റെ നിയമസഭയിൽ ചർച്ചയ്ക്ക് വരികയും അതിന് മറുപടി പറയുകയും ചെയ്യുന്ന സമയത്ത് അങ്ങനോട് ചോദിക്കുന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയ്ക്ക് വരുമ്പോ ലീഗ് പ്രതിക്കൂട്ടിലാകപ്പെടും, ലീഗ് വിചാരണ ചെയ്യപ്പെടും. ലീഗിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം കൂടി ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഭാഗമായി ഉണ്ടായി എന്ന് കൂടെ നമ്മൾ കരുതേണ്ടതായിട്ട് വരും. അതായത് മലപ്പുറം ജില്ലയിൽ സ്വർണ്ണക്കടത്തിലൂടെയും ഹവാല ഇടപാടുകളിലൂടെയും വരുന്ന പണം ദേശവിരുദ്ധവും സംസ്ഥാന വിരുദ്ധവുമായ പ്രവർത്തനങ്ങൾക്ക് ഹേതുവാകുന്നു എന്നുള്ള കാര്യം അത് സംഘപരിവാർ നറേറ്റീവാണ് എന്നാണ് മുസ്ലിം ലീഗും UDFും പറയുന്നത്. അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്ന് നിങ്ങൾ സ്വാഭാവികമായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ അത്, അല്ലേ? ഈ പറയുന്ന മുഖ്യമന്ത്രി നടത്തിയ ഈ പരാമർശം മുഖ്യമന്ത്രി പറയുന്നു ഇല്ല എന്നുള്ള കാര്യം ഹിന്ദു പത്രം ഇക്കാര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. PR ഏജൻസി എഴുതി നൽകിയതാണ് എന്നും അവസാനം പറയുന്ന കാര്യം അതാണ്, വിശദീകരണം അതാണ്. മുഖ്യമന്ത്രി അതായിരുന്നു ഇന്ന് സഭയിൽ വിശദീകരിക്കേണ്ടത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി അഭിമുഖത്തിൽ ഹിന്ദു പത്രത്തിന് കൊടുത്തു എന്ന് പറഞ്ഞ് നമ്മളെല്ലാം വായിച്ചതും
ഹിന്ദു പത്രം അതിൽ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയതും മുഖ്യമന്ത്രി പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ അവശേഷിക്കുകയാണ്. അത് കേരളത്തിന് പുറത്തും വായനയ്ക്ക് വിധേയമായതാണ്. അത് കേരളത്തിന്റെ നിയമസഭയിൽ ചർച്ച ചെയ്യാൻ കിട്ടുന്ന അവസരത്തെ എന്തിനു പ്രതിപക്ഷം കളഞ്ഞു കുളിച്ചു എന്ന ചോദ്യമാണ് ഈ ചർച്ചയിൽ ഞാൻ ഉന്നയിക്കുന്നത്. മഞ്ജുഷേ, കേരളത്തിലെ നിയമസഭയിൽ ചരിത്രമുണ്ടോ? ബഹുമാനനായ സ്പീക്കർ വിളിച്ചു ചോദിക്കുന്നു, ആരാണ് പ്രതിപക്ഷ നേതാവെന്ന്? ആരാണ് പ്രതിപക്ഷ നേതാവെന്ന്? ശ്രീമാൻ ഉമ്മൻചാണ്ടിയും AK ആന്റണിയും K കരുണാകരനും പോലെയുള്ള കോൺഗ്രസിന്റെ ആരാധ്യരായിട്ടുള്ള നേതാക്കന്മാർ പ്രതിപക്ഷ നേതൃപദവി അലങ്കരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് VD സതീശൻ നയിക്കുന്ന പ്രതിപക്ഷത്തിലേക്ക് കോൺഗ്രസ് എത്തിയപ്പോ ഏറ്റവും പരിഹാസ്യമായി മാറുകയാണ്. പ്രതിപക്ഷ നേതാവ് ആരെന്ന് ചോദിക്കുകയാണ്. അപക്വമായ നേതാവാണ് ശ്രീമാൻ VD സതീശൻ. പ്രതിപക്ഷ നേതാവിന്റെ നിലവാരം വളർത്തുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഇത് നമ്മുടെ നാടിന്റെ ജനാധിപത്യ നിലവാര തകർച്ചയാണ്. കേരള നിയമസഭ അതിന് സാക്ഷ്യം വഹിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ താല്പര്യം വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന നിലയ്ക്കല്ല, വിഷയങ്ങൾ വെറുതെ അവതരിപ്പിച്ച് വാർത്തകളിൽ പ്രാധാന്യം നേടുന്ന ഒരു സമീപനം മാത്രമാണ് ഇവരുടെ ഈ ഉന്നയിക്കപ്പെട്ടുള്ള വിഷയങ്ങളിൽ. ഇവർക്ക് ആത്മാർത്ഥതയില്ല. ശരി ശരി ശ്രീ സോമൻ, ശ്രീ എൻ ശംസുദ്ദീൻ, ലീഗിനെയാണ് BJP പ്രതിക്കൂട്ടിലാക്കുന്നത്. ലീഗ് ഈ വിഷയം ചർച്ചയായിരുന്നുവെങ്കിൽ പ്രതിക്കൂട്ടിലായേനെ, മുഖ്യമന്ത്രി മറുപടി നൽകുമ്പോൾ പ്രതിക്കൂട്ടിലായേനെ. ഇതാണ് BJPയുടെ നറേറ്റീവ്. ഇവിടെ BJPക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ? BJPയുടെ ഇവിടെയുള്ള ഇപ്പൊ ഈ ചർച്ചയിൽ നടന്ന സംഗതികൾ തന്നെ വളരെ വ്യക്തമാണല്ലോ. CPMന്റെ പ്രതിനിധിയും BJPയുടെ പ്രതിനിധിയും ഒന്നാണ് പറയുന്നത്. അവരൊന്നല്ലേ പറഞ്ഞത്? ചർച്ചയിൽ നിന്ന് ഞങ്ങൾ ഒളിച്ചോടി, പിന്നെ പ്രതിപക്ഷ നേതാവിനാണ് കുഴപ്പം, മുഖ്യമന്ത്രിക്ക് ഒരു കുഴപ്പമില്ല, പ്രതിപക്ഷ നേതാവിന് നിലവാരമില്ല എന്നൊക്കെയുള്ള CPMന്റെ അതേ നരേറ്റീവാണ് ശ്രീ സോമൻ BJPക്ക് വേണ്ടി പറയുന്നത്. അദ്ദേഹം ലീഗ് പ്രതിക്കൂട്ടിലാകും എന്നുള്ളതിലാണ് അദ്ദേഹത്തിന് വലിയ ആശങ്ക. ഇവിടെ അങ്ങനെ ഒരു കണക്കും എവിടെയും ഇല്ല. എന്താ ലീഗിനെതിരെ പ്രതിക്കൂട്ടിലാവാൻ? ഈ കോഴിക്കോട് എയർപോർട്ടിലാണ് സ്വർണം കൂടുതൽ കള്ളക്കടത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ കേന്ദ്ര ഗവൺമെന്റ് അങ്ങ് പിരിച്ചുവിട്ടേക്കുന്നത്. അത് പിടിക്കാനുള്ളതാണല്ലോ നിങ്ങളുടെ ആ സംവിധാനം മുഴുവൻ നിങ്ങളെ രണ്ടു കൂട്ടരുടെ കയ്യിലാണ്. കോഴിക്കോട് എയർപോർട്ട് ആരാണ്? എല്ലാ എയർപോർട്ടുകളും ഏത് ഭരണത്തിന്റെ കീഴിലാണ്? കേന്ദ്ര ഭരണത്തിന്റെ കീഴിലാണ്. സിവിൽ ഏവിയേഷൻ ഉണ്ട്, അവിടെ കസ്റ്റംസ് ഉണ്ട്. എന്നിട്ട് നിങ്ങളൊക്കെ അറിയാതെ ഇതിങ്ങനെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കള്ളക്കടത്തുകാർ നിങ്ങളെക്കാൾ കേമന്മാരല്ലേ? പിന്നെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഇത് പുറത്ത് ഹവാല ഇത്ര കോടി, പിന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് ഇത്ര കോടി, എയർപോർട്ടിന്റെ പുറത്ത് കടന്ന് അത് നോക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണ്. അവനവന്റെ പോരായ്മയാണ് രണ്ടു കൂട്ടരും വിളിച്ചു പറയുന്നത്. എന്നിട്ട് അത് ലീഗിന്റെ ചുമലിൽ വെക്കുക, അതൊരു സമുദായത്തിന്റെ ചുമലിൽ വെക്കുക. കോഴിക്കോട്ട് എയർപോർട്ടിൽ വരുന്നത് മുഴുവൻ മലപ്പുറം ജില്ലക്കാ പോകുന്ന ആരാ ഞങ്ങളോട് പറഞ്ഞത്? കോഴിക്കോട് എയർപോർട്ടിൽ വന്നാൽ അത് മറ്റു ജില്ലകളിലേക്ക് പോയിക്കൂടെ? അപ്പോ ഇതൊക്കെ ഒരു സമുദായത്തിനെതിരായി ഒരു ജനവിഭാഗത്തെ ക്രൂശിക്കാൻ വേണ്ടി അത് CPM പറഞ്ഞപ്പോൾ അതിനെ BJP കൂടി പിന്തുണക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ ഈ ചർച്ചയിൽ ഉൾപ്പെടെ നമ്മൾ കാണുന്നത്. ഞങ്ങൾ പറയുന്ന അത് തന്നെയാണ്. ഇവിടെ ഈ ADGP RSS നേതാക്കന്മാരെ കണ്ടതും ഇവർ തമ്മിലുള്ള അന്തർധാരയൊക്കെ ഇതിന്റെ ഭാഗം തന്നെയാണ്. പിന്നെ ഇവിടെ ഇപ്പൊ ഇവർ രണ്ടു കൂട്ടരും ചോദിക്കുന്നത് ചർച്ചക്കെടുക്കുന്നത് ഞങ്ങൾ വല്ലാതെ ഭയപ്പെട്ടു എന്നാ. ഞങ്ങൾ കൊടുത്തതാണ് നോട്ടീസ് കൊടുത്ത ചർച്ചക്ക് എടുക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാലോ. ചർച്ചക്ക് എടുക്കാൻ വേണ്ടിയാണ് നോട്ടീസ് കൊടുക്കണത്. ഇനിയിപ്പോ ഇതിന് 2 മണിക്കൂർ സമയം വെച്ചു എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങളുടെ ഭാഗത്തും കുറച്ച് അംഗങ്ങൾ കൂടി ചർച്ചയിൽ പങ്കെടുക്കും, ഞങ്ങളുടെ ഭാഗത്തും കുറച്ച് അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കും. ഓരോ പാർട്ടിയുടെ സ്ട്രെങ്ത്തിനനുസരിച്ച സമയം ആ 2 മണിക്കൂർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് എല്ലാവർക്കും കിട്ടും. ഒന്ന്. പിന്നെ ഇത് ചർച്ചക്ക് എടുക്കാൻ നോട്ടീസ് ഞങ്ങൾ കൊടുത്തല്ലോ. നോട്ടീസ് കൊടുത്താൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു അവതരണം ഉണ്ടാവും, നിങ്ങളുടെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രിക്ക് 2 തവണ മറുപടി പറയാം. ആദ്യം ഞങ്ങൾ അവതരിപ്പിക്കുന്നതിന് മുമ്പ് നോട്ടീസിന് മുഖ്യമന്ത്രി മറുപടി പറയും, അവതരിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി മറുപടി പറയും. അപ്പൊ ചർച്ചക്ക് എടുത്തില്ലെങ്കിൽ തന്നെ ഇത്രയും പ്രോസസ്സ് നടക്കും. ചർച്ചക്ക് എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി അവസാനിപ്പിച്ചാൽ പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷ സംഘടനകളുടെ നേതാക്കന്മാർക്കൊക്കെയും വാക്കൌട്ട് പ്രസംഗവും നടത്താം. അപ്പൊ അവിടെയും ലീഗിനും മറ്റ് UDF നേതാക്കന്മാർക്കും
വാക്കൌട്ട് സ്പീച്ചിനുള്ള അവസരമുണ്ട്. പിന്നെ ഞങ്ങൾ എന്തിനു ഭയപ്പെടണം? പക്ഷേ ഇന്നൊന്നും നടന്നില്ലല്ലോ. അത് അല്ല ശ്രീ എൻ ശംസുദ്ദീൻ, ഇപ്പോൾ ഇത് വെളിയിലേക്ക് കാണുമ്പോൾ, ജനങ്ങൾ കാണുമ്പോൾ ഇവിടെ പ്രതിപക്ഷത്തിന് ഒരു മടിയുണ്ടായത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പരിഭ്രമിച്ചു പോയി. അതാണ് ശ്രീ രാജഗോപാലൻ MLA ഇവിടെ പറഞ്ഞത്. നിങ്ങൾ പരിഭ്രമിച്ചു പോയി, നിങ്ങൾ വിചാരിച്ചിരുന്നില്ല മുഖ്യമന്ത്രി ഇങ്ങനെ പറയുമെന്ന്. മുഖ്യമന്ത്രി പറഞ്ഞു ശരി, ചർച്ചയ്ക്കെടുക്കാം. മഞ്ജുഷേ, ഇവിടെ ചർച്ചക്കെടുക്കാം, അവതരിപ്പിക്കാം. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ പറഞ്ഞാൽ, ചർച്ചക്കെടുക്കാം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒന്നുമല്ലാതെ വിവിധ പാർട്ടിയിലെ അംഗങ്ങൾക്ക് ഇതിന്റെ ചർച്ചയിൽ പങ്കെടുക്കാനേ ഉള്ളൂ. അത് ഭരണകക്ഷിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടി സ്ട്രെങ്തിനനുസരിച്ച് സമയം കിട്ടുമെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ട്രെങ്തിനനുസരിച്ച സമയവും കിട്ടും. അപ്പോൾ ചർച്ചക്കെടുക്കുന്നത് ഭയപ്പെട്ടിട്ട് ഞങ്ങൾ പോയതല്ല. ഞങ്ങളിത് 8 മണിക്ക് കൊടുത്ത നോട്ടീസാണ്. പിന്നെ എന്താ ഇതിനിടയിലുണ്ടായ സംഭവം എന്താണ്? പ്രതിപക്ഷ നേതാവിനെ അവഹേളിക്കുന്ന വിധത്തിലുള്ള പരാമർശങ്ങൾ. പ്രതിപക്ഷത്തിൻ്റെത് റെക്കോർഡിൽ ഉണ്ടാവില്ല, മുഖ്യമന്ത്രി പറയുന്നത് മാത്രം റെക്കോർഡിൽ ഉണ്ടാകുക. അതിലാണ് തർക്കം. പിന്നെ ഈ വിഷയം ഇനി ശ്രീ സോമനും കണ്ടോളൂ, രാജഗോപാലും കണ്ടോളൂ. ഇവിടെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഉള്ള കുറേ വെളിപ്പെടുത്തലുകൾ, ഈ നാടിനെ സംബന്ധിച്ച ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ, ഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ സഭയിൽ വരുന്നേ. നിങ്ങൾ അങ്ങനെ പ്രയാസപ്പെടണ്ട, വരൂലെന്നൊന്നും വിചാരിക്കണ്ട. ഇവര് എല്ലാ അവസരം കൂടി കളഞ്ഞു കുളിച്ചു. അല്ല, അതിനൊരു കാരണവുമുണ്ട് ശ്രീ എൻ ശംസുദ്ദീൻ. ഇന്നലെ രാത്രിയാണ് ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് മാറ്റിയത്. ഈ നിമിഷം വരെ ആയിട്ടും സർക്കാർ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. എന്താണ് അങ്ങനെ മാറ്റുന്നതിനൊരു കാരണം വേണ്ടേ? അങ്ങനെ കാരണം പറയുവാൻ സർക്കാരിന് പറ്റാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ താങ്കൾക്കും സംശയമില്ലല്ലോ. ഇപ്പോൾ RSS ബന്ധമാണ് ഇതിന് കാരണമെന്ന് മുഖ്യമന്ത്രിക്കും സർക്കാരിനും പറയാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ കുടുങ്ങിയില്ലേ? പിന്നെ ഈ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ, അതിൽ ശരികൾ കണ്ടെത്തി എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിലും കുടുങ്ങിയില്ലേ? ഇത് നേരത്തെ അറിഞ്ഞില്ലേ? അത് മാത്രമല്ല, അൻവറിനെ തള്ളിപ്പറഞ്ഞല്ലോ എന്ന് പറയേണ്ടി വരില്ലേ? ഇനി പൂരം കലക്കിയതിൽ DGP ഒരു നോട്ട് കൊടുത്തുവല്ലോ, അവിടെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ADGP MR അജിത് കുമാറിനെന്ന്. അത് കാരണമാണ് മാറ്റിയതെന്ന് പറയാൻ സർക്കാരിന് പറ്റുമോ? പറ്റുകയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കുറച്ച് ദിവസം മുമ്പാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത് DGPയോട് അത് ഒന്നോടെ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ അന്വേഷിച്ച കാര്യങ്ങൾ, ആ നോട്ടിലുള്ള കാര്യങ്ങൾ, അത് വ്യക്തമായ അന്വേഷണം നടത്തിയില്ല, ചെറിയൊരു പരിശോധന മാത്രമേ നടത്തിയുള്ളൂ, അതുകൊണ്ട് കൂടുതൽ പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പോൾ അതും കാരണമായി പറയാൻ പറ്റില്ല. അപ്പോൾ ഈ പ്രശ്നങ്ങളുടെ ഒരു കുത്തൊഴുക്കിൽ തന്നെ പെട്ടിരിക്കുകയാണ് സർക്കാർ. ആ സമയത്ത് നിങ്ങളിങ്ങനെ പെരുമാറിയതാണ് സംശയത്തിനിട നൽകുന്നത്. അത് ആരും ചോദിച്ചു പോയില്ലേ? എന്തൊരു സുവർണ അവസരമായിരുന്നു ഇന്ന് പ്രതിപക്ഷത്തിന് കിട്ടിയത്, എന്തു പറ്റി അവർക്കെന്ന്? അല്ല, ഇതിൽ അവസരമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഈ റിപ്പോർട്ട് സംബന്ധിച്ച് ഇവിടെ DGP കൊടുത്ത റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് എന്താണെന്ന് ഇവിടെ ഇവരാരും പുറത്തുവിട്ടിട്ടില്ല. മുഖ്യമന്ത്രിയോ ഭരണകക്ഷിയോ ഗവൺമെന്റോ പുറത്തുവിട്ടിട്ടില്ല. പിന്നെ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. ADGPയെ മുഖ്യമന്ത്രി ഇന്നോളം സംരക്ഷിച്ചു പോന്നതാണ്. ഇത്ര ഗുരുതരമായ ആരോപണം ഉണ്ടായിട്ടും അൻവറിനെ വരെ തള്ളിപ്പറഞ്ഞിട്ടും ADGPയെ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി സന്നദ്ധമായില്ല. പിന്നെ ഇന്ന് നിയമസഭ തുടങ്ങുന്നത് കൊണ്ട്, നിയമസഭ വെള്ളിയാഴ്ച തുടങ്ങിയെങ്കിലും അന്ന് വേറെ ചർച്ചയില്ല എന്നറിയാം, വയനാടിന് വേണ്ടി ഉള്ളതായിരുന്നു. അപ്പോൾ ഇന്ന് മുതൽ ഇത്തരം പ്രശ്നങ്ങൾ വരും, ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ വരുന്നുള്ളത് കൊണ്ടും, പിന്നെ ഇതിന്റെ അന്തർനാടകം നമുക്കറിയാലോ. നിയമസഭയിൽ ഞങ്ങൾ സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുമെന്ന് ഇടതുപക്ഷ മുന്നണിയിലെ CPI പറഞ്ഞു. നിക്കക്കള്ളി ഇല്ലാതെയാണ് ADGPക്കെതിരെ നടപടിയെടുത്തത്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് പോലുള്ള സാങ്കേതികത്വങ്ങളും ഇനി ഗവൺമെന്റ് ഫേസ് ചെയ്യാൻ പോവാണ്. എന്തുകൊണ്ട് നടപടി? ഏതെങ്കിലും ഒരു കാര്യത്തിൽ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണോ? മുഖ്യമന്ത്രി പറയണം, CPM പറയണം, ഗവൺമെന്റ് പറയണം. അപ്പൊ അതിനൊക്കെ ഇനിയും ദിവസങ്ങളോ അവസരങ്ങളുണ്ട്, ഞങ്ങളത് പറയിക്കും. ശരി, ശ്രീ എം രാജഗോപാലൻ, വിഷയങ്ങൾ ഒരുപാടുണ്ട്, മറുപടി പറയേണ്ടതും അത്യാവശ്യമാണ്. കാരണം മറുപടിയില്ല. മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞ പല കാര്യങ്ങൾക്കും ചോദ്യങ്ങൾ അങ്ങോട്ട് തിരിച്ചു ചോദിക്കാനുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തേത് ഞാൻ പറഞ്ഞതുപോലെ ഇന്നലെ രാത്രിയിൽ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് മാറ്റിയ വിഷയത്തിലാണ്. അതുകൊണ്ട് ഈ ഒറ്റ ദിവസം ഇനിയിപ്പോൾ ഫ്ലോർ മാനേജ്മെന്റിൽ പ്രതിപക്ഷത്തിന് എന്തെങ്കിലും അപാകത ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അത് പരിഹരിക്കുവാൻ അവർക്ക് അവസരമുണ്ട്, ഇനിയും ചോദ്യങ്ങൾ ഉന്നയിക്കുവാനുള്ള അവസരമുണ്ട്. പക്ഷേ മറുപടി പറയാതെ നിൽക്കുന്നത് സർക്കാരാണ്. ഇപ്പോഴും ഈ വിഷയത്തിൽ ADGP വിഷയത്തിൽ മാത്രമല്ല, മലപ്പുറം പരാമർശത്തിന്റെ കാര്യത്തിലും സംശയങ്ങൾ ഒരുപാടുണ്ട്. ഈ PR ഏജൻസിയുടെ കാര്യത്തിൽ സംശയങ്ങൾ ബാക്കി നിൽക്കുകയാണ്. അന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ചിരിച്ചു പോയതേ ഉള്ളൂ, അത് ആരും വിശ്വസിച്ചിട്ടില്ല. ഞാൻ അതിലേക്ക് വരാം. ഒന്ന് സ്വർണ്ണക്കടത്ത്. ആര് സ്വർണം കടത്തിയാലും അവരെ പിന്തുണക്കുന്ന ആരായാലും
അവരെ കുറിച്ച് അന്വേഷിക്കാനും അവർക്കെതിരെ നടപടിയെടുക്കാനുള്ള ചങ്കൂറ്റുള്ള ഗവൺമെൻറ്റാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിനെ സമുദായവൽക്കരിക്കുക എന്നുള്ള ആശങ്കയും പ്രചരണ രീതികളുമാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. കാരണം അത് CPIMൻ്റെയോ അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെയോ ഒരു നയമല്ല, മറിച്ച് ജാതിരഹിതവും മതനിരപേക്ഷവുമായിട്ടുള്ള സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് LDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് മതനിരപേക്ഷ കാഴ്ചപ്പാടാണ് ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയോ പ്രത്യേക വിഭാഗത്തോട് വിദ്വേഷമോ കാണിച്ചുകൊണ്ടുള്ള സമീപനം LDFൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാവില്ല. മാത്രമല്ല, മലപ്പുറം ജില്ലയോടായാലും മലപ്പുറം ജില്ലയിൽ ഭൂരിപക്ഷം അധിവസിക്കുന്ന മതനിരപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവരോടായാലും പോയ കാലങ്ങളിലെല്ലാം LDFും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാം എടുത്തുള്ളൊരു സമീപനമുണ്ട്. മലപ്പുറം ജില്ല രൂപീകരണം മുതൽ ഒരു കാലത്ത് മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിനെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച പാർട്ടി കോൺഗ്രസ്സാണ്. ആര്യാടൻ മുഹമ്മദും ശ്രീ MP ഗംഗാധരനും ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെതിരെ പ്രകടനം നടത്തിയവരാണ്. മലപ്പുറം അന്നിപ്പോൾ MSP പോലെയുള്ള പോലീസ് സേനയിലേക്ക് നിയമനം ഉണ്ടായിരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അത് മാറ്റി അവർക്ക് നിയമനം കൊടുത്തത് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് ദേശീയ തലത്തിൽ വന്നപ്പോൾ ഇവിടെ പാലോളി കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് മതന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ മുന്നോട്ട് വന്നത് LDF ആണ്. അങ്ങനെ ഒട്ടേറെ ഉദാഹരണങ്ങൾ, ഞാൻ വിശദാംശങ്ങളിലേക്ക് പോവുകയില്ല. അപ്പോൾ അത്തരം നിലപാട്, അതുകൊണ്ട് മതസൗഹാർദ്ദം നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന കാഴ്ചപ്പാടുള്ള പ്രസ്ഥാനമാണ്. അതുകൊണ്ടുകൂടിയാണ് ഇന്ന് ഈ ഒരു ചർച്ചയ്ക്ക് വേദി ഒരുങ്ങുകയാണെങ്കിൽ കൃത്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ വ്യക്തമായിട്ടുള്ള നിലപാട് സഭയിൽ പറയാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കഴിയുമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രമേയം ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. മറ്റൊന്ന് BJPയുമായിട്ടുള്ള അന്തർധാര. ആര് വിശ്വസിക്കാനാണ്? ഹിന്ദു തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ട പത്രം തന്നെ അത് വളരെ കൃത്യമായി നിഷേധിച്ചില്ലേ? പിന്നെ PR ഏജൻസി, CPIMനെ സംബന്ധിച്ചോ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോ മുഖ്യമന്ത്രിയുടെ സംബന്ധിച്ചോ അങ്ങനെ ഒരു PR ഏജൻസിൻ്റെ ആവശ്യമില്ല. അതെങ്ങനെയാണ് സംഭവിച്ചത്? ഏജൻസിയുടെ കാര്യത്തിൽ അന്ന് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞല്ലോ. അവിടെ ഈ ഇന്റർവ്യൂവിനിടെ ഒരാൾ കയറി വന്നു, അദ്ദേഹത്തെ അറിയില്ലായിരുന്നു, അത് പത്രത്തിന്റെ ആളാണെന്ന് കരുതി എന്നൊക്കെയാണ് മുഖ്യമന്ത്രി. അതെ, മുഖ്യമന്ത്രി പറഞ്ഞതോ മുഖ്യമന്ത്രി കൊടുത്തതോ ആയ വാർത്തകളല്ല ഹിന്ദു പ്രസിദ്ധീകരിച്ചതെന്ന് ഹിന്ദു തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അത് എങ്ങനെ വന്നു എന്നുള്ളത് രണ്ടാം അന്വേഷിക്കേണ്ട കാര്യം. പക്ഷേ മുഖ്യമന്ത്രിയുടെ അസന്ദിഗ്ധമായി മുഖ്യമന്ത്രി അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ MLA പറഞ്ഞു, വരാനിരിക്കുന്ന നാളുകൾ വെളിപ്പെടുത്തലുകളുടെ നാളായിട്ട് മാറും സഭയെ സംബന്ധിച്ചിടത്തോളം. ഏത് വെളിപ്പെടുത്തൽ ഈ സർക്കാരിനെതിരെ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള വലതുപക്ഷ മാധ്യമങ്ങളുടെ ഒരു നിർമ്മിതി കൂടി ഈ സർക്കാരിനെ താഴെ ഇറക്കാനും ദുർബലപ്പെടുത്താനും നടക്കുന്ന നല്ല ബോധ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പം പുതിയ വാർത്തകൾ ഉണ്ടായിക്കൊടുത്ത് പ്രതിപക്ഷത്തിന് അജണ്ട നിശ്ചയിച്ചു കൊടുക്കുന്നതിനെ കേരളത്തിലെ ഒരുപറ്റം മാധ്യമങ്ങളാണ്. അപ്പോൾ അത് തുടരുക തന്നെ ചെയ്യുമെന്നുള്ള കൃത്യമായ ധാരണ ഇടതുപക്ഷം സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഏത് പിന്നെ ആരോപണങ്ങളും വെളിപ്പെടുത്തലും വന്നാലും അതിനെയെല്ലാം ചങ്കൂറ്റത്തോടെ പ്രതിരോധിക്കാനുള്ള കരുത്തും ശേഷിയും കേരളത്തിലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പിന്നെ ഇവിടെ പിന്നെ പറഞ്ഞു, ഇപ്പോൾ ADGPക്കെതിരായ നടപടി. നമ്മൾ മനസ്സിലാക്കേണ്ട കേരളത്തിൻ്റെ ചരിത്രത്തിൽ നാളിതുവരെ ഒരു DGP തലത്തിൽ DGPയെ വെച്ചുകൊണ്ടൊരു അന്വേഷണ സംഘത്തെ ഒരു ടീമിനെ നിയോഗിച്ച സർക്കാർ ഇതിനു മുമ്പ് കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഒരു IPS ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അദ്ദേഹത്തിനെതിരായ നടപടികളെടുക്കുമ്പോൾ ചില നടപടിക്രമങ്ങളെല്ലാം പാലിക്കേണ്ടതല്ലേ? പാലിക്കാതിരുന്നതിൻ്റെ ചില അനുഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇന്ന് BJP പാളയത്തിലേക്ക് പോയിട്ടുള്ള സെൻകുമാറിനെ സംബന്ധിച്ച് അന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചപ്പോൾ സത്യത്തിൽ അയാൾക്ക് വേണ്ടി കോടതിയിൽ വാദിച്ച പാർട്ടി ഏതാ? ഏത് പാർട്ടീൻ്റെ പ്രതിനിധിയാണ്? ഏത് വക്കീലാണ് അവിടെ എത്തിയത്? എന്നിട്ട് ഇപ്പോഴാണോ CPIMും BJPയും തമ്മിലുള്ള അന്തർധാരയെക്കുറിച്ച് പറയുന്നത്? RSS നേതാക്കളെ കണ്ടത് രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷത്തിന്റെ നയത്തിന് വിരുദ്ധമായ കാര്യമാണ്. അവിടെ അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു കോടതിയെയും സമീപിക്കാൻ പറ്റുകയുമില്ല. അങ്ങനെ സമീപിച്ചാൽ പോലും വിജയം നേടാൻ പറ്റുകയില്ല. കാരണം അത് സർക്കാരിന്റെ ഒരു നയത്തിന്റെ ഭാഗമായാണ്. ഇന്നലെ രാത്രി മാറ്റിയതും സർക്കാരിന്റെ ഒരു നയത്തിന്റെ ഭാഗമായി തന്നെയാണ്. പക്ഷെ ഇവിടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ റിപ്പോർട്ട് കിട്ടുമ്പോഴെങ്കിലും റിപ്പോർട്ട് വരട്ടെ എന്നിട്ട് നടപടി എന്നാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത്. ഈ റിപ്പോർട്ട് കിട്ടി ഈ ട്രാൻസ്ഫർ വന്ന സമയത്തെങ്കിലും, അതായത് ഒരു ചുമതലയിൽ നിന്ന് മാറ്റി 2 ചുമതല ഉണ്ടായിരുന്നു, അതിൽ ഒരു ചുമതല നിലനിർത്തി, ബറ്റാലിയന്റെ ചുമതല. അങ്ങനെയാണെങ്കിൽ പോലും പൊതുസമൂഹത്തോട് വിശദീകരിക്കേണ്ടതല്ലേ തീർച്ചയായും റിപ്പോർട്ടിൽ എന്താണുള്ളത്? ഈ റിപ്പോർട്ട് പ്രകാരമാണോ നടപടിയെടുത്തത്? അങ്ങനെ നടപടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തിൻ്റെ പേരിലാണ് നടപടിയെടുത്തത്? ഇനി നടപടിയല്ല, അതൊരു വെറും ഒരു സ്ഥാനത്ത് നിന്നൊന്ന് മാറ്റിയിട്ടേ ഉള്ളൂ എന്നാണെങ്കിൽ അങ്ങനെ ഇതൊന്നും വിശദീകരിച്ചിട്ടില്ല ശ്രീ രാജഗോപാൽ. ADGPയുടെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയതുകൊണ്ടാണ് ആദ്യഘട്ട നടപടിയിലേക്ക് ഇപ്പോൾ ഗവൺമെൻറ് പോയിട്ടുള്ളത്. അത് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, അത് തന്നെയാണ് ഇന്നലെ ആ തീരുമാനം വന്നതും.
അപ്പോൾ ഇനിയുമുള്ള അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടും അതിൻ്റെ പരിശോധനയും പഠനവും ഇനിയും നടക്കേണ്ടതുണ്ട്. അപ്പോൾ തുടർച്ചയായി അതിൻ്റെ കാര്യങ്ങൾ വരുന്ന ആളുകളിൽ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ഗവൺമെന്റും വെളിപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അങ്ങനെ ഒരു ഉൾഭയവും ശ്രീ സോമൻ, താങ്കൾ ആദ്യ റൗണ്ടിൽ സംസാരിച്ചപ്പോൾ ഭരണപക്ഷത്തേക്കാൾ കൂടുതൽ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിച്ചത്. ഷംസുദ്ദീൻ അതിൽ തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഷംസുദ്ദീൻ പറഞ്ഞു, സമയമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ കാര്യങ്ങളുണ്ട്, അത് ഞങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ഈ നിയമസഭയ്ക്ക് വെളിയിലാണെങ്കിൽ പോലും അതിനൊപ്പം കൂടേണ്ട ആളുകളാണ് നിങ്ങൾ. പക്ഷെ നിങ്ങൾ അതിന് UDF-നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. മഞ്ജുഷ, ഈ ചർച്ചയില് ലീഗിന്റെ പ്രതിനിധി ബഹുമാനായ ശ്രീ ഷംസുദ്ദീൻ CPM നേതാക്കന്മാർ സംസാരിക്കുന്നത് പോലെ തന്നെ BJP പ്രതിനിധിയായി ഞാനും സംസാരിക്കുന്ന എന്നാണ് പറഞ്ഞത്. എത്ര പരിഹാസ്യമായിട്ടുള്ള ഒരു പരാമർശമാണത്. BJP വിരുദ്ധത പറയുന്നതിനകത്തിൽ ലീഗും CPM-ഉം ഒരേ സമീപനമല്ലേ സ്വീകരിക്കുന്നത്? അതിനർത്ഥം അവരെ ഒരേപോലെ പറയുന്നു എന്ന നിലയ്ക്കല്ലേ? ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാടാണ് ഞങ്ങൾ പറഞ്ഞത്. കേരളത്തിന്റെ ഭരണപക്ഷത്തെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കാനുള്ള സുവർണ അവസരത്തെ ഇവർ നഷ്ടപ്പെടുത്തി എന്നത് തന്നെയാണ് എന്റെ വാദം. വരുന്ന ദിവസങ്ങളിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ കാര്യത്തിലുള്ള ന്യായീകരണം ബാലിശമാണ്. നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച വിഷയത്തെ സംബന്ധിച്ചായാലും പ്രതിപക്ഷ നേതാവിനെതിരായിട്ടുണ്ടായ നിയമസഭാ രേഖകളിലെ പരാമർശത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളായാലും ഈ പ്രമേയത്തിന്റെ ചർച്ചയിൽ പങ്കെടുത്ത് വിശദമായി ചർച്ച ചെയ്യാനുള്ള സുവർണാവസരത്തെ പ്രതിപക്ഷം ഉപയോഗിച്ചില്ല എന്നുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടുള്ള പ്രതിപക്ഷത്തിന്റെ താല്പര്യം തന്നെയാണ്. മുഖ്യമന്ത്രിയെ രക്ഷിക്കണം, ലീഗിനെ രക്ഷിക്കണം. ഈ കാര്യത്തിലുള്ള ഒരു സമീപനമാണ് ഇന്ന് കേരളത്തിന്റെ പ്രതിപക്ഷം നിയമസഭയിൽ സ്വീകരിച്ചത് എന്നത്. പക്ഷേ പ്രതിപക്ഷം ഇത്രയും കഷ്ടപ്പെട്ട് മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുമെന്ന് പറയുന്നത് അത് ബുദ്ധിമുട്ടാണ്, അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഇപ്പോ ഒരു ADGP-യെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് വലിയ വാദങ്ങൾ പറയുകയാണല്ലോ, RSS നേതാക്കന്മാരെ കണ്ടതിന്റെ പേരിലാണ് എന്ന്. അങ്ങനെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ടോ? ആഭ്യന്തര സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടോ? എന്തിന്റെ പേരിലാണ് ADGP-യെ മാറ്റിയെന്ന് പറയുന്നത്? എങ്ങനെ മാറ്റിയെന്നാണ് പറയുന്നത്? ഈ കുസൃതിക്കാരനായിട്ടുള്ള കുട്ടികളെ ബെഞ്ച് മാറ്റി ഇരുത്തുന്നത് പോലെ, പോലീസിൽ സാധാരണഗതിയിൽ നടക്കുന്ന അഴിച്ചുപണി പോലെ ഒരു ക്രമീകരണം ചെയ്തു എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആഭ്യന്തരമന്ത്രി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോലീസ് നയം സ്വീകരിച്ചുകൊണ്ട് ചെയ്തില്ല എന്നുള്ളതല്ലേ വസ്തുത. അല്ല, അങ്ങനെ RSS ബന്ധത്തിന്റെ പേരിലാണ് മാറ്റിയതെന്ന് മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ആ അന്തർധാര പൊളിഞ്ഞില്ലേ? എന്ത് അന്തർധാരയുണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെന്ന്, അന്തർധാരയുണ്ടെങ്കിൽ അത് പുറത്തു വരട്ടെന്ന്. അന്തർധാര എന്ന് പറയുന്നത് ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തമ്മിലാണ്. ഇവർ ഒരു ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളാണ്, ഘടക കക്ഷികളാണ്. കാശ്മീരിലടക്കം ഇവർ ഒരുമിച്ച് മത്സരിക്കുകയാണ് BJP-ക്കെതിരായി. ഇവർ പരസ്പരം സഖ്യം ചെയ്തുകൊണ്ട് പല കാര്യങ്ങളിലും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ചെയ്യുകയാണ്. എന്തുകൊണ്ട് EDGP-ക്കെതിരെ കർക്കശമായ നടപടി സ്വീകരിച്ചില്ല? ഒരു പുസ്തകം എഴുതിയതിന്റെ പേരിൽ മുൻപുണ്ടായിരുന്ന ഒരു DGP-ക്കെതിരെ സർക്കാർ സ്വീകരിച്ച നടപടികൾ നമുക്ക് മുമ്പിലുണ്ടല്ലോ. എന്തുകൊണ്ട് ADGP-ക്കെതിരെ കർക്കശമായ ശക്തമായ നിലപാട് സ്വീകരിച്ചില്ല? നമ്മൾ നോക്കൂ, ഇക്കാര്യത്തിൽ CPI-യുടെ ഓഫീസിൽ പോയി പടക്കം പൊട്ടിക്കാൻ കാത്തിരുന്ന ഒരു നേതാവുണ്ടല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയില്. CPI എത്ര പരിഹാസ്യമായി എന്നുള്ളത് നമ്മൾ കാണണം. അന്തർധാരയുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ, വസ്തുതകളുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ. എന്താണ് അനധികൃത സ്വത്ത് സമ്പാദനം വെളിയിൽ വരണ്ടേ? കൊലപാതകം വെളിയിൽ വരണ്ടേ? ക്രമരഹിതമായിട്ടുള്ള പെരുമാറ്റങ്ങൾ, പ്രവർത്തനങ്ങൾ വെളിയിൽ വരണ്ടേ? ഇതൊക്കെ കേരളത്തിന്റെ നിയമസഭയിൽ നിന്ന് പ്രതിപക്ഷം ഉന്നയിക്കേണ്ടിയിരുന്നില്ലേ? RSS നേതാക്കന്മാരെ കണ്ടത് മാത്രം നിങ്ങൾ ചർച്ചയാക്കുകയാണ്, ലീഗ് ചർച്ചയാക്കുകയാണ്. ഇവിടെ മറ്റു വിഷയങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യാതെ പോകുന്നു എന്ന ചോദ്യമാണ് എനിക്ക് ആവർത്തിച്ച് ചോദിക്കാനുള്ളത്. അത് കേരളത്തിന്റെ നിയമസഭയിൽ ചോദിക്കാനുണ്ടായിരുന്ന ഒരു വലിയ സുവർണാവസരത്തെ പ്രതിപക്ഷം ഇല്ലായ്മ ചെയ്തു. പ്രതിപക്ഷ നേതാവ് പരിഹാസ്യനായി. പ്രതിപക്ഷ നേതാവ് ആരെന്ന് കേരളത്തിന്റെ നിയമസഭയിൽ ആവർത്തിച്ച് ബഹുമാനപ്പെട്ട സ്പീക്കർ ചോദിക്കുന്ന ഒരു പരിഹാസ്യമായ സമീപനം സ്വീകരിച്ചിട്ട് പറയുകയാണ് ലീഗിന്റെ പ്രതിനിധി BJP നേതാവും സംസാരിക്കുന്നു, CPM നേതാവും ഒരേപോലെ സംസാരിക്കുന്നു എന്നുള്ളത്.
എന്താണ് CPM-നോടുള്ള BJP-യുടെ സമീപനം എന്നതാണ്. അത് ആശയപരമായ വിരുദ്ധത നിൽക്കുന്ന പ്രസ്ഥാനമാണെന്നുള്ളതും ഞങ്ങളുടെ നിരവധിയായിട്ടുള്ള സഹപ്രവർത്തകന്മാരെ ഇല്ലായ്മ ചെയ്ത പ്രത്യാശാസ്ത്രവും പ്രസ്ഥാനവുമാണെന്നും നല്ല തിരിച്ചറിവോടെ അത് തന്നെയാണ് CPM പറയുന്നത്. പക്ഷേ ADGP RSS കൂടിക്കാഴ്ചയെ കുറിച്ച് BJP-ക്കും അത് കുഴപ്പമില്ല, അതങ്ങനെ RSS നേതാക്കൾ എല്ലാവരെയും കാണുന്നതാണ്. ഈ ഒരു നിലപാട് തന്നെയാണല്ലോ. അവിടെ CPM-നെ പ്രതിക്കൂട്ടിലാക്കാനോ മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് വന്നത് എന്ന് പറയാനോ ഒന്നും BJP ഒരുക്കമല്ല. പക്ഷേ അവിടെ മുസ്ലിം ലീഗും കോൺഗ്രസും UDF-ഉം അക്കാര്യം ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ആ വിഷയം. അത് ഇന്നൊരു ദിവസം അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നതേ ഉള്ളൂ. പക്ഷേ ബാക്കി ദിവസങ്ങളിൽ കാണാം എങ്ങനെയാണ് UDF അതിൽ പെരുമാറുന്നതെന്ന്. ശ്രീ N. ഷംസുദ്ദീൻ, ശ്രീ സോമൻ BJP-യുടെ പ്രതിനിധി, അദ്ദേഹം വീണ്ടും ഇതേ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നു എന്നുള്ളതാണ്. അല്ല, ഞങ്ങൾ തമ്മിൽ എന്ത് അഡ്ജസ്റ്റ്മെന്റ് ആണ്? ഇവിടെ ഇപ്പോ ഈ മൊത്തം കാര്യങ്ങളിൽ വളരെ കൃത്യവും വ്യക്തവുമായിട്ട് തെളിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ADGP ആർക്ക് വേണ്ടിയാണ് RSS-ന്റെ നേതാക്കന്മാരെ കണ്ടത്? തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കാനിടയായ സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? ഇങ്ങനെയുള്ള ഓരോ കാര്യത്തിലും അൻവറല്ലേ ഇതൊക്കെ പറയുന്നത്. ഞങ്ങൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് അൻവറിൽ വളരെ കൃത്യമായിട്ട് അതിൻ്റെ വസ്തുതകൾ പുറത്തു കൊണ്ടുവന്നിട്ട് പറയല്ലേ. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായ ഒരു സംഗതി ഉണ്ട്. അത് RSS-ഉം ഇടതുപക്ഷവും തമ്മിലുള്ള ഒരു CPM-ഉം തമ്മിലുള്ള ഒരു അന്തർധാരയാണ്. അത് രണ്ടു കൂട്ടർക്കും ആവശ്യമാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം മഞ്ചേശ്വരത്തെ സുരേന്ദ്രന്റെ കേസ്, അങ്ങനെ ഒരുപാട് സംഗതിയുണ്ട്. മഞ്ചേശ്വരത്തെ സുരേന്ദ്രന്റെ കേസ്, തെരഞ്ഞെടുപ്പ് കോഴ, അതുമായി സമീപിച്ചയാൾ കൃത്യമായിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത് പൈസയായിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞു. വളരെ കൃത്യമായ എവിഡൻസ് ഉള്ള സംഗതി. പോലീസ് ശരിയാക്കി കൊടുത്തില്ല കേസ്. വസ്തുത ഉണ്ടായിട്ട് കാര്യമില്ല, സത്യമായിട്ടും കാര്യമില്ല. കോടതിയുടെ മുമ്പിൽ ഒരാൾ ശിക്ഷിക്കപ്പെടണമെങ്കിൽ പ്രോസിക്യൂഷൻ കൃത്യമായ എവിഡൻസ് കേസിന്റെ വിചാരണ വേളയിൽ നിരത്തണം, കേസ് ഡയറിയിൽ അത് ഉൾപ്പെടുത്തണം. ഉണ്ടായില്ലല്ലോ. അതേപോലെ എത്രയോ സംഗതികൾ. ലാവ്ലിൻ കേസ് ഇങ്ങനെ നീണ്ടുപോകല്ലേ. ലാവ്ലിൻ കേസ് വിചാരണക്കെടുക്കുകയും അതുപോലുള്ള അതിന്റെ പരിസമാപ്തിയിലേക്ക് ഒരിക്കലും എത്തുന്നില്ലല്ലോ. അപ്പൊ ഇതൊക്കെ ഇവർ തമ്മിലുള്ളൊരു അന്തർധാരയാണ്. ആ അന്തർധാര നിലനിൽക്കെ ശ്രീ സോമൻ ഇങ്ങനെ പറയണതിൽ എന്താ അർത്ഥമുള്ളത്? RSS-ന് അവരുടെ ഒരു രാഷ്ട്രീയമുണ്ട്. അതിൽ അവർ ഈ രണ്ട് മുന്നണികളുടെ ശക്തമായ നിലനിൽപ്പിൽ തങ്ങൾക്ക് ഇവിടെ ഒരു പ്രസക്തി ഇല്ല എന്ന് BJP-ക്ക് അറിയാം. അപ്പോൾ ഒന്നിനോടൊപ്പം ചേർന്ന് മറ്റതിനെ തകർത്ത് ആ സ്പേസിലേക്ക് വരാനാണ് RSS-ഉം BJP ശ്രമിക്കുന്നത്. ഇത് വളരെ ലളിതമായ ഒരു രാഷ്ട്രീയമാണ്. അപ്പം നിങ്ങൾ ആ നിലക്ക് നിങ്ങളിപ്പോൾ കൂട്ടുകച്ചവടക്കാരാണ്, ഒക്കെ ചങ്ങാതിമാരാണ്. പുറത്തേക്ക് നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ഉണ്ടാവും. ഞങ്ങളെ കുറേ പ്രവർത്തകരെ അവർ കൊലപ്പെടുത്തിയിട്ടുണ്ട്, തിരിച്ച് ഇങ്ങോട്ടും ഉണ്ടാവും. നിങ്ങൾക്ക് ആ ശത്രുത നിലനിർത്താതെ പറ്റില്ല. പരസ്യമായിട്ട് നിങ്ങൾക്ക് ധാരണ ഉണ്ടാക്കാൻ പറ്റൂ. പക്ഷേ ഇവിടെ ഇപ്പം നടക്കുന്ന രാഷ്ട്രീയം അതാണ്. നിങ്ങൾ തമ്മിലൊരു അന്തർധാരയുണ്ട്. അത് ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞിരുന്നു. ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഇപ്പം പിണങ്ങിപ്പോന്ന അൻവറും പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ അത് എൻ്റെ ഒരു ഇടയ്ക്കുള്ള പ്രതിഫലനമാണ് ഈ കാണുന്നത്. പ്രതിപക്ഷ നേതാവ് മോശക്കാരനാണ്, പ്രതിപക്ഷ നേതാവ് അപഹാസ്യമാണ്. ഇന്ന് എന്തേ മുഖ്യമന്ത്രി മോശക്കാരനാണെന്ന് സോമന് തോന്നാഞ്ഞ്? ഈ ചർച്ചയിൽ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. മുഖ്യമന്ത്രി മോശക്കാരനാണ്, പഴയ നായനാരുടെ പ്രതാപമില്ല, അല്ലെങ്കിൽ അച്യുതാനന്ദന്റെ ക്വാളിറ്റി ഇല്ല എന്നൊന്നും പറഞ്ഞില്ല. ഇവിടെ AK ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും കരുണാകരന്റെയും അടുത്തേക്കൊന്നും VD സതീശൻ എത്തുന്നില്ല എന്നുള്ളതാണ്. ശരി ശരി ശ്രീ N. ഷംസുദ്ദീൻ. ശ്രീ M. രാജഗോപാലൻ, താങ്കളെ വരുന്നതിന് മുമ്പ് ഒരു വാർത്തയുണ്ട്. സർക്കാരിനെതിരെ ഈ മലപ്പുറം പരാമർശത്തിന്റെ പേരിൽ സർക്കാരിനെതിരെ ഗവർണർ ചീഫ് സെക്രട്ടറിക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. നാളെ വൈകിട്ട് 4-ന് ഹാജരായി വിശദീകരണം നൽകണം. രാജ്ഭവനിലെത്താനാണ് നിർദ്ദേശം. കേസുകൾ വിശദീകരിക്കാനാണ് ഗവർണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവിക്കൊപ്പം എത്താൻ ചീഫ് സെക്രട്ടറിക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഗവർണർ ഈ വിഷയത്തിൽ ഇടപെടുകയാണ് മലപ്പുറം പരാമർശത്തിൽ. ഇതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ശ്രീ രാജഗോപാലൻ, ഇവിടെ ഈ മഞ്ചേശ്വരം കോഴക്കേസ് ഇവിടെ ശ്രീ N. ഷംസുദ്ദീൻ പറയുന്നുണ്ട്. അത് ശരിയാണല്ലോ. കാരണം ഇന്ന് ആ വിധിയെടുത്ത് പരിശോധിച്ചാൽ തന്നെ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ സാധാരണയായിട്ട് അതൊരു വ്യവസ്ഥയാണല്ലോ, 1 വർഷത്തിനുള്ളിൽ കുറ്റപത്രം നൽകണമെന്ന്. പോലീസ് എത്ര വൈകിയാണ് കുറ്റപത്രം നൽകിയത്? 1 വർഷവും 7 മാസവും എടുത്തു കുറ്റപത്രം തയ്യാറാക്കി നൽകാൻ. കാരണം ചോദിച്ചു കോടതി. കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് കോടതി പറയുകയാണ്. അപ്പോൾ അവിടെ ഓരോ വീഴ്ചകളും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. ഒടുവിൽ എന്ത് സംഭവിച്ചു? K. സുരേന്ദ്രനെ കുറ്റവിമുക്തനാക്കി. ഏറ്റവും ഒടുവിലത്തെ സംഭവമാണിത്. അതെ, ഇക്കാര്യത്തിൽ
ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ MLA ഒരു അഡ്വക്കേറ്റ് കൂടിയാണ്. അദ്ദേഹം വാദിച്ച കേസെല്ലാം കോടതി ജയിച്ചിട്ടുണ്ടോ? അനുകൂലമായിട്ട് വിധി സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയട്ടെ. അപ്പോൾ അത് പല വീഴ്ചകളുണ്ടെങ്കിൽ അത് പരിശോധിച്ച് മുന്നോട്ട് പോകേണ്ട കാര്യം. നമ്മൾ ഇനി ഒറ്റ കാര്യം ചെയ്യാൻ കഴിയൂ. ആ വിധി വന്നപ്പോൾ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീ VV രമേശൻ കൃത്യമായി മാധ്യമങ്ങളോടുൾപ്പെടെ നിലപാട് വ്യക്തമാക്കി അപ്പീൽ പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അത് പോലീസിന്റെ വീഴ്ച എന്നുള്ള രീതിയിൽ മാത്രമല്ല, അത് ജുഡീഷ്യറിയെ നമുക്കങ്ങനെ പ്രതിരോധിക്കാനല്ല എത്തിക്കുന്നത്. ഇപ്പോൾ ഈ വന്നിരിക്കുന്നത് ADGP RSS നേതാക്കളെ കണ്ടത് പൂരം കലക്കിയത് K. സുരേന്ദ്രന് മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ പോലീസിന്റെ വീഴ്ച പറയുന്നു, കോടതി കുറ്റപത്രം കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല എന്ന് കോടതി തന്നെ കണ്ടെത്തുന്നു. ഇതൊക്കെ വരുമ്പോഴാണ് ആ പറയുന്ന കാര്യങ്ങൾ RSSഉം BJPയും തൃശ്ശൂർ പരാജയവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഷംസുദ്ദീൻ MLA പറഞ്ഞത് പിന്നെ അവിടെയുള്ള അഡ്ജസ്റ്റ്മെന്റും സുരേഷ് ഗോപിയെ ജയിപ്പിച്ച കാര്യം. സുരേഷ് ഗോപിനെ ജയിപ്പിച്ചതാരാ? UDF ആണ്. 83,000-ഓളം വോട്ട് UDFന്റെ വോട്ട് കൊടുത്തത് സുരേഷ് ഗോപിക്കാരാ UDF ആണ്? LDF ആണോ? LDFന് കഴിഞ്ഞ ഇലക്ഷനേക്കാൾ വോട്ട് വർദ്ധിക്കുന്ന മണ്ഡലമാണ്. പിന്നെ ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായ ലാവ്ലിൻ കേസ് പോലെയുള്ള കേസ് പരാമർശമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് RSSഉം CPM തമ്മിലുള്ള അന്തർധാരയെക്കുറിച്ച് വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. CPMനെ സംബന്ധിച്ചും ഇടതുപക്ഷത്തെ സംബന്ധിച്ചും RSS ആയാലും സംഘപരിവാർ ശക്തികളായാലും ഏറ്റവും ശക്തമായിട്ട് നിലപാട് സ്വീകരിക്കുന്ന സമീപനമല്ലേ? മുഖ്യമന്ത്രിയാണെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും ശക്തമായിട്ട് വർഗീയ ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടിൻ്റെ ഭാഗമായി RSSന്റെ സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ഏറ്റവും ശക്തമായിട്ട് പ്രചരണം നടത്തുകയും ക്യാമ്പയിൻ നടത്തുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ നേതൃത്വം അലങ്കരിക്കുന്നുള്ള ഒരു വ്യക്തിത്വമല്ലേ? വെറുതെ ആളുകളെ ഇങ്ങനെ ജനസമൂഹത്തിൻ്റെ മധ്യത്തിൽ ഇടിച്ചു താഴ്ത്താനും വ്യക്തിപരമായി തന്നെ തേജോവധവും ആക്ഷേപിച്ച് അത് സ്വാഭാവികമാണ്. കാരണം ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ ഇടത് കരുത്ത് ദുർബലപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള വ്യാപകമായിട്ടുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയെ തകർക്കുക എന്നുള്ള ലക്ഷ്യം വളരെ വ്യക്തമാണ്. കാരണം മുഖ്യമന്ത്രിയെ തകർത്താൽ ഇടതുപക്ഷ ഗവൺമെന്റിനെ തകർക്കാമെന്നും അതുപോലെ ഇടതുപക്ഷത്തെ തകർക്കാമെന്നുള്ള വ്യാമോഹമാണ്. അങ്ങനെ അത് തകർത്തു കഴിഞ്ഞാൽ ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള സാധ്യത എളുപ്പമാവുന്നതാണ് BJP ഒരു ഭാഗത്ത് വരുന്നത്. അതിനെല്ലാം മണ്ണൊരുക്കി കൊടുക്കുന്നത് വളരെ കൃത്യമായി UDF ആണ്. അതാണ് നിയമസഭയിൽ അവസാനമായിട്ട് N. ഷംസുദ്ദീൻ ഇവിടെ പറഞ്ഞ കാര്യം, K. സുരേന്ദ്രൻ രക്ഷപ്പെട്ടത് LDF സർക്കാരിന്റെ തണലിലാണെന്ന്. അവിടെയാണ് ഈ പോലീസ് വീഴ്ച പറയുന്നത്. കോടതി വിധിയിൽ തന്നെ ഉള്ള കാര്യമാണ്. ശ്രീ സോമൻ, മഞ്ജുഷ, കോടതി വിധിയുടെ പരാമർശത്തെ സംബന്ധിച്ച് ഞാൻ പറയാം. ശ്രീ ഷംസുദ്ദീൻ പറഞ്ഞത് മുന്നണി രാഷ്ട്രീയത്തിന്റെ ഇടയിൽ BJPക്ക് ഒരു ഇടമില്ലാത്തത് കൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന് BJPയും RSSഉം വല്ലാണ്ട് ശ്രമിക്കുന്നുവെന്നാണ്. ബഹുമാനായ ശ്രീ ഷംസുദ്ദീൻ അറിയാം, ഞങ്ങൾ ഈ രണ്ട് മുന്നണികളോടും നല്ലതുപോലെ പോരാടി ആശയത്തിന്റെ നിലപാട് തുറയിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് കേരളത്തിൽ ക്രമാനുഗതമായ വളർച്ച ഞങ്ങൾ കൈവരിച്ചിട്ടുള്ളത്. നിയമസഭയിൽ രംഗത്തെ ഞങ്ങൾക്ക് അയക്കാൻ സാധിച്ചു. തുടർന്ന് ഞങ്ങൾക്ക് പരാജയമുണ്ടായി. ഇപ്പോൾ പാർലമെന്റിൽ ഞങ്ങൾക്ക് ഒരാളെ അയക്കാൻ സാധിച്ചു. ഞങ്ങൾ 3 പാർലമെന്റ് മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള മുന്നോട്ട് പോക്കൽ ജനങ്ങൾ നൽകിയ അംഗീകാരമാണ്. അങ്ങ് ജനവിധിയെ പരിഹസിക്കരുത്. അത് തൃശ്ശൂരിലായാലും ആലപ്പുഴയിലായാലും ആറ്റിങ്ങലായാലും തിരുവനന്തപുരത്തായാലും ലീഗ് ജനാധിപത്യത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഈ തൃശ്ശൂരിലെ പരാമർശം അങ്ങ് പിൻവലിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. മറ്റൊന്ന്, CPMന്റെ സ്വാഭാവികമായ അന്ത്യം, അത് എവിടെയൊക്കെയാണോ ഇടതുപക്ഷം അധികാരത്തിൽ വന്നിട്ടുള്ളത് അത് സ്വാഭാവികമായ അന്ത്യത്തിലേക്ക് ആ പ്രസ്ഥാനം കാലത്തിന്റെ നിയോഗമനുസരിച്ച് പോയിട്ടുണ്ട് എന്ന് ഞങ്ങൾ കരുതുകയാണ്. അത് കേരളത്തിലും ആവർത്തിക്കുക തന്നെ ചെയ്യും എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യാണ്. അങ്ങ് പറഞ്ഞ മഞ്ചേശ്വരം കേസ്, അതിലെ കോടതി പരാമർശം, മഞ്ജുഷ ഞാനൊന്ന് ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി പരുമലയിലെ 3 വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഹൃദയസ്പർശിയായ പരാമർശമുണ്ട്. മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ ദുഃഖത്തിൽ ഈ കോടതി പങ്കുചേരുകയാണ് എന്ന് പറഞ്ഞ കോടതിയുടെ ശ്രദ്ധേയമായ ഹൃദയസ്പർശിയായ പരാമർശമുണ്ട്. ഓരോ കേസുമായി ബന്ധപ്പെട്ടും കോടതി നടത്തുന്ന പരാമർശങ്ങൾ പ്രസക്തമാണ്. അതിനെ ബഹുമാനത്തോടെ തന്നെ കാണുന്നു. പക്ഷേ ഇല്ലാത്ത ഒരു കേസ്, ഹരിജന പീഡനം, ഒരു സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമ്പോൾ സ്വാഭാവികമായി പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ആ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുകയും അതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ആരോപണം ഉന്നയിക്കാതിരിക്കുകയും പിന്നീട് വന്നിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനയിൽ
കെ സുരേന്ദ്രൻ എന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ നടത്തിയിട്ടുള്ള ഗൂഢാലോചന പൊള്ളികയായിരുന്നു, അത് പൊള്ളയായിരുന്നു എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്ന് വന്നിട്ടുള്ള കോടതി പരാമർശത്തെ സംബന്ധിച്ച് മുന്നോട്ട് പോകാം. നിയമ നടപടി ഇപ്പോ CPM-ന്റെ സ്ഥാനാർത്ഥിയായിരുന്നു മത്സരിച്ച ശ്രീ രമേശൻ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്ക് ആ സന്ദർഭത്തിൽ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കോടതി പരാമർശങ്ങൾ പലതും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ശരി, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്കും. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഇപ്പോഴത്തെ വിഷയങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: നിയമസഭയിൽ മലപ്പുറം ചർച്ച നടന്നില്ല, ഒളിച്ചോടിയത് പ്രതിപക്ഷമോ? പ്രതിപക്ഷമാണെന്ന് 37% പ്രേക്ഷകർ, പ്രതിപക്ഷമല്ല ഒളിച്ചോടിയതെന്ന് 59% പ്രേക്ഷകർ. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.